ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വി ടോക്സ്. നമ്മൾ 4 പേര് പിന്നെ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും 4 പേര് നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലേ അല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ഞങ്ങളത് പറഞ്ഞിട്ട് വർഷങ്ങളായിരുന്നു. സൂപ്പർ. ഇത് കട്ട് ചെയ്യാതിടാ. ജോണിന്റെ ലോങ് ഡിസ്റ്റൻസ് ഭാര്യ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. സംശയമാണ്, എപ്പോഴും സംശയമാണ്. 10 മിനിറ്റ് കൂടെ വിളിച്ചോണ്ടിരിക്കും. ഗൈസ്, ടോപ്പിക് പറഞ്ഞില്ലേ, കസിൻ സ്റ്റോറീസ്. സൂപ്പർ താങ്ക്സിൽ ജോൺ എന്തോ കാണിച്ച അത് കഴിഞ്ഞ എപ്പിസോഡ് ചെയ്താ. അതെ, നമ്മുടെ സാധനം വീട്ടിലിരിക്കുക അല്ലേ? ജ്യൂസ് ഹാർപ്പ്, ജോ ഹാർപ്പ്. അതെന്താ അത് ജോൺ പണ്ട് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോ അല്ലടാ, അതെന്റെ ഒരു കൂട്ടുകാരൻ രാജസ്ഥാനിൽ പോയി വന്നപ്പോ അവിടെ ഇങ്ങനെ വഴിയിൽ വായിക്കുന്ന ഒരു സാധനം കണ്ടപ്പോ അവൻ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചോണ്ട് വന്നതാ. അപ്പൊ ഈ സാധനം അവര് വായിക്കുന്ന കാണുമ്പോ സിമ്പിളാ, അതിന് ഭയങ്കര സുഖമായിട്ട്. അപ്പൊ നമ്മളത് കാണുമ്പോൾ എല്ലാവരും മേടിച്ചിട്ട് തട്ടി നോക്കും. അതിന് സൗണ്ട് വരില്ല, അതിന് സൗണ്ട് വരാൻ കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞാനത് ഒരു ദിവസം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്കിത് ആരോടെങ്കിലും പകർന്നു കൊടുക്കണമല്ലോ. അപ്പൊ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഹൗ ടു പ്ലേ യൂട്യൂബിൽ ജോൺ ജോ പ്ലേയിങ് മോർഷാങ്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ 2 വീഡിയോ കാണും. ആദ്യത്തെ വീഡിയോ കാണരുത്. എടുത്ത് താത്തി എന്താണ് താത്തി വെറുതെ താത്തി, ഇത് എന്തിനിത്? ഇന്നലെ ഹൈഡ് ചെയ്ത, കഴിഞ്ഞ ദിവസം ഹൈഡ് ചെയ്ത എല്ലാവർക്കും ആൾക്കാർ അച്ചു അതിനെ പുറത്തു കൊണ്ടുവരുന്ന പേടിച്ചിട്ട് 40 രൂപ ഇട്ടിട്ട് അച്ചു പറഞ്ഞു ജോൺ ജോ മോർഷാങ്ക് പ്ലേ ലൈവായിട്ട് പ്ലേ ചെയ്താൽ 100 രൂപ ഇടാന്ന്. ഞാൻ അടുത്ത പ്രാവശ്യം വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരാം. 100 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്ലേ ചെയ്യിക്കുന്നതായിരിക്കും. അച്ചു ഒരു അഡ്വാൻസ് 50 എടുക്കും. അതെ, വീട്ടിൽ പോകാനുള്ള പൈസ വേണം. സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് ആഴ്ച വീട്ടിൽ പോകണം, അതിനുള്ള പൈസ ഇട്ട് കഴിഞ്ഞാൽ 50% അഡ്വാൻസ് ആണ് പേയ്മെന്റ് വാങ്ങിക്കുന്നത് പെർഫോമൻസിന് വേണ്ടി. ബാക്കി 50% പെർഫോമൻസ് തൊട്ട് മുന്നേ സ്റ്റേജിൽ കയറാൻ പൈസ കിട്ടണം. ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങൾ വിളിച്ചു പറയും അച്ചു പൈസ ഇട്ടാ ഇപ്പൊ പെർഫോം ചെയ്യാം. ആ സാധനം വായിച്ചു കഴിഞ്ഞാൽ വായിലൊരു തുരുമ്പ് ചെവിയ. അതിനൊരു അങ്ങനല്ല, വേറെ ഇതുപോലെ കമന്റ് കൊണ്ട് നമ്മൾ ലൈവ് വന്ന സൂപ്പർ താങ്ക്സ് കുറെ കിട്ടുന്നു. നമ്മളിപ്പോ സൂപ്പർ താങ്ക്സില് വല്ലാതെ ആകൃഷ്ടരായിരിക്കുന്നു. അപ്പൊ നമ്മള് ശരിക്കും ലൈവ് വരണോ? നമ്മള് ഇന്ന് രാത്രി ലൈവ് പോണില്ലേ? ലൈവ് പോയാലെന്ന് ആലോചിക്കുന്നുണ്ട്. ആണോ? എന്നാ പോയേക്കാം. നമുക്ക് ഓപ്പൺ മൈക്ക് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ ലൈവ് പോയി നോക്കാം. ഓപ്പൺ മൈക്ക് ലൈവില് കിട്ടാല വേണ്ട, ആൾക്കാർക്ക് നമുക്ക് ആ സമയം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന കാണാനായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്റ്റോറി അവനോട് പറയാം. നമുക്കൊരു എപ്പിസോഡിൽ ഇരുന്ന് ലൈവ് പോവാം. അത് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ അപ്പൊ വീണ്ടും നമ്മള് നിങ്ങൾ ചാനൽ 10K ആയി, അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പിയിരിക്കരുത്. ഇനി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞങ്ങൾ അറിയാതെ ജനുവരി പറഞ്ഞു പോയി ഈ വർഷം 100K അടിക്കാമെന്ന്. എന്റെ അബദ്ധത്തിന് പറഞ്ഞതാണ്, നമുക്ക് 100K അടിക്കണം. സോ ഞങ്ങള് ഇത്രയും കാലം നമ്മുടെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10K എങ്ങനെയും അടിച്ചാൽ പിന്നെ കേട്ട് വളരെ കയറാൻ. ഇപ്പൊ അറിയാതെ 10K അടിച്ചു പോയി. അല്ല, 3 മാസമായില്ലേ? ജനുവരി, 3 മാസമായി. ഇനിയും കിടക്കുന്നു 9 മാസം 90 ഗെയിം. ശരിക്കും നമ്മൾ ഈ 10ാം ക്ലാസ് 10K വെച്ച് കാരണല്ലേ ഇനി. ഇതിപ്പോ ക്രിക്കറ്റ് വലിയ സ്കോർ ചെയ്തിട്ട് പിന്നെ ഇനി ഓരോ ഓവറിൽ എത്ര അടിക്കണം എന്നുള്ള ടെൻഷനാണല്ലോ. നമ്മൾ ഈ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ +2 കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കുന്നതല്ല. 10K അടിച്ചാൽ പിന്നെ എളുപ്പമാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പൊ 10K അടിച്ചു, ഇനിയിപ്പോൾ 100K അടിക്കണം. ഞങ്ങൾ സിബ്ലിംഗ് സ്റ്റോറി ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് കസിൻസിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നി കസിൻസിനെ പറ്റി മാത്രം പറയാണെങ്കിൽ ചിലപ്പോൾ കുറേ കഥകൾ കാണാം. കാരണം കസിൻസ് ഒരു 10-15 എണ്ണം കാണുമല്ലോ. എല്ലാവരിലും എന്തെങ്കിലും ഒരു യൂണീക്നെസ് ആണ്, കഥ കാണും. ആൻഡ് സിബ്ലിംഗ് സ്റ്റോറീസ് നല്ല രീതിയിൽ ഓടുകയും ചെയ്തു. 10-12K വ്യൂസ് വന്നായിരുന്നു. നമ്മൾ ഗസ്റ്റ് ഇല്ലാത്ത എപ്പിസോഡ് 10K അടിക്കുന്നത് വളരെ എപ്പിസോഡ് നല്ലതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, വെള്ളവടി കഥകൾ, മോഷണ കഥകൾ, വെള്ളവടി കഥ, ഇതൊക്കെയാണ് 10K അടിച്ചത് ഗസ്റ്റ് ഇല്ലാതെ. നമ്മുടെ ഒരു ചെറിയ ലോകമല്ലേ അല്ലേ? വലിയ 1 മില്യൺ പറയുമ്പോൾ നമുക്ക് 10,000 വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ്. ആൾക്കാർ 10K അടിച്ച് 10K കോർ ഫോളോവേഴ്സ് എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. നമുക്ക് 10K അടിച്ചെങ്കിൽ 10K കോർ ഫോളോവേഴ്സ്. ഓക്കെ, അപ്പം സിബ്ലിങ്സ് കഴിഞ്ഞു. എൻ്റെ സിബ്ലിംഗ് സ്റ്റോറീസ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞത്, ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് കമന്റ് ചെയ്തായിരുന്നു. പുള്ളി വിദേശത്താണെന്ന് തോന്നുന്നു. പുള്ളി അവിടുന്ന് കമന്റ് ചെയ്തായിരുന്നു, ഞാനാണ് ആരിഫ്, ഇനി എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു. സോ ചില മൊമെന്റ്സ് നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിയും. ഇപ്പം നമുക്കറിയാം, ഈ 37-38 വയസ്സിൻ്റെ ഇടയ്ക്ക് കസിൻസിൻ്റെയും സിബ്ലിങ്സിൻ്റെയും ഒക്കെ ഇൻട്രാക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചില മൊമെന്റുകൾ പറയും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് പ്ലാനില്ലാതെ നമ്മൾ പറയാൻ നമുക്കറിയാം. നമ്മളിപ്പോൾ വന്നിട്ട് മഹാദേവ് ചോദിച്ചു, ശരിക്കും നമ്മൾ ഏത് എപ്പിസോഡ് ഇത് ചെയ്യുന്നത് ചോദിച്ചു. നമ്മൾ നേരത്തെ പ്ലാൻ ഉണ്ട്, സിബ്ലിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ കസിൻസ് ചെയ്യണം, ദീപ് വരുമ്പോഴായിരുന്നു. പക്ഷേ
വരുമ്പോഴും ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ കസിൻസ് ചോയ്സാണ് ചെയ്യാൻ വന്നത്. സോ ഇത് പ്ലാൻ ഇല്ലാതെ പറയുന്നത്. അപ്പോൾ ഓർത്ത് വരുന്ന സംഭവങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിൽ എച്ച് ചെയ്ത് കാർവ് ചെയ്തതുകൊണ്ടാണ് അത് ഓർത്തിരിക്കുന്നത്. അതുപോലെ അരിഫിക്ക എൻ്റെ മനസ്സിൽ എങ്ങനെയോ അത് കറക്റ്റായിട്ട് പതിഞ്ഞുകൊണ്ടാണ് ആ പേരും രൂപവും ആ കഥയും അതുപോലെ ഓർത്തിരിക്കുന്നത്. സോ ലൈക്ക് വൈസ് എത്ര കസിൻസ് ഉണ്ടാവും പെട്ടെന്ന് പറഞ്ഞ എണ്ണം പറയാൻ? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ പലരോട് സംസാരിച്ച് തോന്നിയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ മിക്കവരും അമ്മയുടെ സൈഡ് ഓഫ് ഫാമിലിയിലായിരിക്കും കുറച്ചുകൂടെ ക്ലോസ്. അച്ഛൻ്റെ സൈഡ് എനിക്ക് രണ്ട് സൈഡിലും ഒരുപോലെ ആരും ബന്ധമില്ല. ആളുണ്ടെന്നല്ല, രണ്ട് സൈഡിലും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കസിൻ. എനിക്ക് അമ്മയുടെ സൈഡിലാണ് എനിക്ക് അമ്മയുടെ സൈഡിലാണ് കൂടുതൽ, ഭയങ്കര കൂടുതൽ. അമ്മയുടെ സൈഡിൽ എനിക്ക് ജനറലി മെജോറിറ്റി അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വളരെ റയറായിട്ട് തിരിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഫാദറിന്റെ സൈഡിൽ കൂടുതൽ ചായവുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ആൾക്കാർ സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അമ്മ സൈഡിലേക്ക് ചായ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? വല്ലപ്പോഴും കാണുന്നുണ്ടാണോ? ഇല്ല, ഞാൻ അച്ഛൻ്റെ സൈഡും എപ്പോഴും കാണുമല്ലോ. സൈഡിലെ എല്ലാവരും കാണത്തില്ല. നമ്മൾ താമസിക്കുന്ന അച്ഛൻ്റെ വീട്ടിൽ, അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയുടെ വീട്ടിന്റെ സ്ഥലത്താണ്. അപ്പൊ എൻ്റെ അമ്മയുടെ കസിൻസ് ആണ് എൻ്റെ അടുത്ത് താമസിക്കുന്നത്. അതൊരു കാരണമായിരിക്കാം. പിന്നെ എൻ്റെ അച്ഛൻ എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് മിക്ക ഇന്ത്യൻ ഫാമിലീസിലുള്ളതായിരിക്കും. അച്ഛൻ്റെ സിബ്ലിങ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടായിരിക്കും. അപ്പൊ അച്ഛൻ അവിടെ ആണെങ്കിൽ ഒരു അമ്മയുടെ സിബ്ലിങ്സ് അമ്മ എന്താ അടി ഉണ്ടാക്കാത്തത്? സമയം കിട്ടാറില്ല. അടി ഉണ്ടാക്കാത്ത അല്ല, സിബ്ലിങ്സ് ആയിട്ട് അടി ഉണ്ടാവില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സ്നേഹമൊന്നും ഇല്ലെന്ന്. പക്ഷെ കാണുമ്പോ ഭയങ്കര എനിക്ക് എന്റെ കേസിൽ എനിക്ക് കറക്റ്റായ റീസൺ ഉണ്ട്. കാരണം ഫാദറിന്റെ ഫാമിലിയിൽ ഞാൻ കാണുന്ന സമയത്ത് തൊട്ട് വർഷങ്ങളായിട്ട് വഴക്കും കേസും പ്രശ്നങ്ങളാണ്. അവരുടെ ഇടയിൽ ഒരു സിബ്ലിങ്സ് സ്നേഹമില്ല. പക്ഷെ അച്ഛൻ സഹോദരങ്ങൾ, അച്ഛന് മൊത്തം പെങ്ങന്മാരാ. അച്ഛൻ കസിൻസ് ബ്രദേഴ്സാണ് ഉള്ളത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അച്ഛൻ്റെ സൈഡിലത്തെ ഫാമിലിയിൽ ഒരു എക്സ്ട്രാ റൈവൽറി അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ സൈഡിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അവർ കുറച്ച് ചില്ലാണ്. അവരാങ്ങളെയും പെങ്ങന്മാരും എല്ലാവരും ഭയങ്കര അടുപ്പാണ്. അത് ഓരോ ഫാമിലി കിട്ടുന്ന ആ നല്ല ആൾക്കാരൊക്കെ ഇപ്പുറത്തായതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ കേസിൽ നേരെ തിരിച്ചാ അച്ഛൻ്റെ സൈഡിലാണ് ആൾക്കാരാണ് കുറച്ചുകൂടെ ചില്ല്. ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ലേ? അപ്പം പക്ഷെ ഞാൻ എനിക്ക് ഓരോ വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ചിരിക്കുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ സൈഡിലായിട്ട് ആരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കൊന്നതിന് എനിക്ക് വേറെ ഈ മറ്റേ നമ്മൾ ഈ ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻ ഇതങ്ങനെ ലിസ്റ്റ് നീണ്ടുപോയില്ല. അമ്മയ്ക്കൊരു ചേട്ടനും ചേച്ചിയും ഉണ്ട്. എനിക്ക് ഇവർ രണ്ടുപേരും ഇവരുടെ ഫാമിലി അല്ലാതെ അതിനപ്പുറത്തോട്ട് ആരും അറിയത്തില്ല അമ്മയുടെ വീട്ടിൽ. കാരണം നമ്മൾ വല്ലപ്പോഴും അമ്മയുടെ വീട്ടിൽ തന്നെ പോകാറുള്ളൂ. അതും ഒരു ഏകദേശം ഒരു ഐലൻഡ് പോലൊരു സ്ഥലത്തൊറ്റയ്ക്കാണ്. അല്ലാതെ വേറെ അങ്ങനെ അധികം ഇല്ല. നമ്മളങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന പരിപാടികളോ ഉണ്ടെങ്കിൽ തന്നെ കുറേ പേര് വരും. അങ്ങനെ വല്ലപ്പോഴും ഒത്തുകൂടുന്ന പരിപാടി. അപ്പം നമ്മളെല്ലാവരോടും വന്ന് അപ്പം ഓർക്കും അവർ ബന്ധം പറയും. നമ്മൾ ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ നമ്മുടെ അമ്മയുടെ വീടിൻ്റെ സൈഡിലും വീട്ടിൽ കുറച്ച് ഈ പറഞ്ഞ സർപ്പക്കാവ്, ഗന്ധർവൻ്റെ അമ്പലം, രക്ഷസിൻ്റെ അമ്പലം, അങ്ങനെ കുറച്ച് സെറ്റ് പരിപാടികളുണ്ട്. അച്ഛൻ്റെ വീട്ടിലും സർപ്പക്കാവ് പരിപാടികളുണ്ട്. അന്ധവിശ്വാസിയാണോ? അപ്പം പൃഥ്വിരാജ് ഇലുമിനാറ്റി, മാധവൻ അന്ധവിശ്വാസി അല്ലേ? പൃഥ്വിരാജ് ഇലുമിനാറ്റി, മാധവൻ സർപ്പക്കാവ്. അല്ല, ഞാൻ പറഞ്ഞപ്പോ ഇവിടെ എല്ലാം വാർഷിക പൂജകൾ നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇത്തവണത്തെ വാർഷിക പൂജ അമ്മയുടെ സൈഡിലെ പൂജ ഈ കഴിഞ്ഞ ഡേറ്റിലായിരുന്നു. അപ്പം നമ്മളിവിടെ ആയിരുന്നല്ലോ, ഞാൻ ഇവിടെ ആയിരുന്നല്ലോ, പോയിട്ടില്ല. അമ്മയുടെ സൈഡിലെ പൂജയ്ക്ക് പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന് വരാൻ പറ്റില്ല, മല്ലിക ചേച്ചി വിട്ടു. ഇല്ല, പിന്നെ ഈ നമ്മുടെ കസിൻസുമായിട്ട് നമ്മുടെ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം എന്റെ ഇല്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഈ പറഞ്ഞ വർഷത്തിലൊരിക്കൽ കാണാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ അപ്പോൾ എല്ലാവരോടും വരും, ഒരുപാട് കസിൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ബന്ധം പറഞ്ഞാൽ മനസ്സിലാവാത്ത പോലെ. അപ്പൊ നമ്മൾക്ക് വെറുതെ തലയിൽ ഇവരൊന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തേലും ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അതിന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു എപ്പിസോഡിന്റെ എഡിറ്റിന് ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഭയങ്കര വലിയ പോയിന്റ് പറയാൻ വന്നത് ഒരു നല്ലൊരു വേറൊരു സാധനത്തിലോട്ട് പറയാനായിരുന്നു. എന്നിട്ട് അത് പകുതിക്കൊന്നും നിങ്ങൾ എല്ലാവരും കൂടെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ഫ്ലിപ്പായി പോയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ചേർന്നു. അതാ ശരിയാ, അതാ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് പറയാ. അതായത് ഇവൻ പറഞ്ഞു വന്ന കഥക്കകത്ത് ഇവൻ പറയാൻ ഫ്ലിപ്പ് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പൊ പകുതി കേട്ടപ്പോൾ നമുക്കൊന്നും ഇനി ഇതാ പറയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ സിമിലർ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവൻ ഞങ്ങളോട് ജോയിൻ ചെയ്തു. ഇവൻ പറയാൻ വന്ന ഇവന് കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്യണപ്പോൾ ഞാൻ ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ മിക്കതിലും ക്ലാരിറ്റി ഒന്നും ഫീൽ ചെയ്യാതെ. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് എന്താ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് നിങ്ങൾ. അല്ല ഞാൻ
അന്ന് പറയാൻ വന്ന പോയിന്റ് എന്ന് പറയുന്നതായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല മറ്റേ അമ്മ തലക്ക് അന്ന് പറയാൻ വന്ന പോയിന്റ് അല്ലേ അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യണം. ആൾക്കാർ എന്തായാലും എപ്പിസോഡ് കണ്ടാണല്ലോ. ചുറ്റിയെ കൊണ്ട് തലക്കടിക്കുന്ന തമാശ അമ്മയുടെ ഒക്കെ പറയുമ്പോൾ അമ്മ പെട്ടെന്ന് ചിരിക്കേണ്ടതിന് പകരം അമ്മ അപ്പ ഇട്ട റിയാക്ഷൻ ഒരു പേടിക്കൽ സാധനമായിരുന്നു. അത് ഈ പറഞ്ഞ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഒരു സാധനമല്ലേ. അതായത് നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ ആ ഒരു സാധനം പോലും മാറിപ്പോയി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞപ്പം ഞാനപ്പോ ഇടയ്ക്ക് എന്റെ വീട്ടിൽ ഞാനിങ്ങനെ പറയാം, അവര് ഫണ്ണിൽ എടുക്കുന്നു. പിന്നെ മഹാദേവന് അല്ല, അപ്പൊ ജോൺ ജോയും പറഞ്ഞ അപ്പൊ നിന്റെ അമ്മ പറയുമ്പോ ചിരിക്കൂലേ എന്നുള്ള സാധനം. അപ്പൊ ശരിക്കും ജനറലി എന്റെ അമ്മ ചിരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ശരി അമ്മ ചിരിക്കാറുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഇതുപോലത്തെ സാധനം തന്നെ പറയാറുണ്ട്. ഞാൻ പറയും സിമിത്തേരിയിലേക്കൊക്കെ പോണ സമയത്ത് അമ്മ എടുത്തരാം, അമ്മ കല്ലറൊക്കെ തീരാറായിട്ട് നമ്മൾ ബേസിക്കലി ലൈഫിനെ കുറിച്ച് കൂളായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കിത് പറയുന്നതും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം പ്രോപ്പറായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും, നമുക്കിത് കൂളായിട്ട് ചിരിക്കാൻ പറ്റുന്നത്. അമ്മ സൈഡിൽ കസിൻസ് ഒരുപാട് വരുന്നോണ്ടാണ്, ഭയങ്കരമായിട്ട് ഒരുപാട്. ഞാനല്ല, ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ വാർഷിക പൂജയ്ക്കാണ് എല്ലാവരും കൂടെ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും തല രജിസ്റ്ററോ അല്ലെങ്കിൽ പിന്നെ ഒരു കോണ്ടാക്റ്റ് ഒക്കെ ഒന്നുമില്ല. ബേസിക്കലി എനിക്കിത് തോന്നിയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ അച്ഛൻ്റെ സൈഡിലെ ഫാമിലിയിലാണല്ലോ അമ്മയുടെ സൈഡിലെ ഫാമിലിയിലുള്ള ഏറ്റവും എക്കണോമിക്കലി വീക്കായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊച്ചിലെ ഒന്നും നമുക്ക് ആ ഒരു കണക്ഷൻ അവരുമായിട്ട് അങ്ങനെ അങ്ങോട്ട് അവരും തരാറില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അപകർഷതാബോധം കൊണ്ട് അത് എടുക്കാറില്ല. ഞാൻ വെറുതെ പോയിട്ടല്ല ആ ഒരു സാധനം പിടിക്കാറില്ല. നമ്മൾ ആ ഒരു ഇതിലാണ്, ഡിസ്റ്റൻസിലാണ്. എവിടെയോ ആ ഒരു ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ അത്ര സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് വെറുതെ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് അവരുടെ അടുക്ക പോയി ചില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എന്തില് ആ ഒരു സാധനത്തിൽ ഒരു തരത്തിൽ അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു സാധനം എവിടെയോ അത് അടിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഈഗോ അല്ല, അവർ എവിടേക്കോ അല്ലല്ല എവിടേക്കോ നമ്മളോട് അത് കാണിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ എനിക്കിപ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടില്ല. ഇപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയോ മക്കളോ ആണെങ്കിൽ പോലും അവർ കുറേ കൂടെ, ഞാനോ ചേച്ചിയോ അവരും ഇതുപോലെ തന്നെ, ഞാനും ചേച്ചിയും ആങ്ങളെയും മങ്ങളും അവരും ഇതുപോലെ തന്നെയാണ്. ഒരു ചേച്ചി അനിയനുമാണ് അമ്മയുടെ ചേച്ചിക്കുള്ള. അപ്പം നമ്മൾ നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ പ്രായമാണ് ആ ചേട്ടന്, അതിലും മൂത്താണ് ചേച്ചി. അവർ രണ്ടുപേരും ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ വേറെയാണ്. അവർ കുറച്ചുകൂടെ റിച്ച് സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മളുമായിട്ടും ഇപ്പം അമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ടാലും അവരത്ര നമ്മളായിട്ട് അങ്ങനെ അങ്ങോട്ട് സിങ്ക് ആവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അല്ല അവരത് നമ്മളെ ഫീൽ ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും അവരോട് അത്ര ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. അമ്മ എങ്ങനെ ചേച്ചിയായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് അവരെന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് അല്ലല്ല, അമ്മ ശരിക്കും പറഞ്ഞ അമ്മയുടെ ഫാമിലിയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന കുട്ടികൾ അവരാണ്. അമ്മ പറയണ അമ്മയുടെ ആദ്യത്തെ മോളും മോനും അവർ തന്നെയാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മ ആവശ്യമില്ലാത്ത ആ സ്നേഹം അവരോട് കാണിക്കും. അമ്മക്ക് ചേച്ചിയോട് എങ്ങനെ അത് ഈഗോ അടിച്ചേട്ടാ. ഇത് എന്റെ ചേച്ചിയോട് അല്ലല്ല, ആ ചേച്ചി അമ്മയുടെ ചേച്ചിയോട്. ആ അമ്മ ഈ പറഞ്ഞ അവര് സിബ്ലിങ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. അമ്മ സിബ്ലിങ്സ് എങ്ങനെ? അവിടെ അമ്മ ഈ പറഞ്ഞ കുറച്ച് അവർ മറ്റവരാണ് ഡൊമിനന്റ്. അമ്മ സിബ്ലിങ്സിൽ അമ്മയേറ്റവും ചേട്ടനും ചേച്ചിയും അവർ രണ്ടുപേരും ഒരു സെറ്റാണ്. ചേട്ടനും ചേച്ചി ഇപ്പൊ ഇതെല്ലാം പൊളിഞ്ഞേട്ടാ. ചേട്ടനും ചേച്ചി ഒരു സെറ്റ്, അമ്മ കുറച്ച് ഇതുപോലെ പൊളിഞ്ഞ. ഇപ്പം മറ്റേ ചേട്ടനും ചേച്ചിയും തമ്മിൽ ഫൈറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചേട്ടനും അമ്മയും തമ്മിൽ സിംഗാണ്. ഇതെല്ലാം മറ്റേ വസ്തുതർക്കം, ഷെയർ പ്രശ്നം, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ കസിൻസ് ആയിട്ടൊന്നും ഞാൻ മിണ്ടാറില്ല ചേട്ടൻ മറ്റേവരുമായിട്ട്. കാരണം അവർ ആ ഒരു സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. അവർക്ക് നമ്മൾ അതിലോട്ട് എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മളവർക്ക് മാച്ച് ആവാത്തൊരു സാധനം എന്നുള്ള സാധനം നമ്മുടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സാധനം തോന്നിയിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ ഇതുപോലെ അവർ സെറ്റിലൊക്കെ തന്നെ. പക്ഷെ നമ്മളോട് ആ ഒരു സാധനം കാണിക്കും. നമുക്ക് വേണ്ടത് ആ സ്നേഹമാണല്ലോ, അല്ല എങ്കിലെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ തോന്നും. നിന്റെ കേസിൽ നിനക്ക് ഈക്വൽ ആണെന്ന് പറയാൻ നിനക്ക് എന്താ? എനിക്ക് രണ്ട് സൈഡിലും കുറെ കസിൻസ് ഉണ്ട്. ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ അപ്പൻ്റെ അവിടെ 13 പേരുണ്ട്. 13 പേരിൽ 3 പെണ്ണുങ്ങളുള്ളൂ, ബാക്കിയൊക്കെ ആണുങ്ങളാണ്. കാരണം ഞങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഫുള്ള് ആണുങ്ങൾ, ആ ഒരു ഗ്യാങ്ങാണത്.
അപ്പൊ അതില് ചേട്ടന്മാരുടെ ഗാംഗിൽ നമ്മളെ കേട്ടുന്നില്ല. ജോണിന്റെ ജീവിതത്തിൽ ജനറലി ഫീമെയിൽ ഇന്ററാക്ഷൻസ് കുറവാണ്. ശരിക്കതെ എനിക്കത് കാരണം പെമ്പിള്ളേരോട് പെരുമാറാറിയാത്തതിന്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ ഈ സൈഡിൽ. പക്ഷേ എത്തിയില്ല, കസിൻസിൽ 3 പെണ്ണുങ്ങൾ 10. അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറെ പെൺപിള്ളേരും ആകെ 4 ആൺപിള്ളേരും അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ 3 പേരേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പ്രായം ചേട്ടന്മാരാണ് പിന്നെയുള്ളവര്. അപ്പൊ ഇവരെ ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ വീടായിട്ടുള്ള എൻ്റെ ബന്ധം ഭയങ്കര ക്ലോസ് ആയി നിർത്തുന്നത് എൻ്റെ ഒരു അങ്കിളുണ്ട്, എൻ്റെ തലോട്ടപ്പൻ. ആള് എല്ലാ വെക്കേഷനും 2 മാസം വെക്കേഷന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നെയും ചേട്ടനെയും കൊണ്ടുപോകും. കഷ്ടി 1 മാസത്തോളം അങ്കിളുടെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് വെക്കേഷൻ്റെ ഒരു വലിയ ഭാഗം ചെലവഴിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ അമ്മ വീട്ടിൽ പോലും എപ്പോഴും ഭയങ്കര റിച്ച്, നമുക്ക് പരിപാടി ലാഭകരമായൊരു പരിപാടിയാണ്. ഇത് ഫുൾ പ്രോഫിറ്റ് ബിസിനസ്സാണ്. അതായത് അവിടെ പോണ ആ സമയത്ത് അങ്കിള് കൊണ്ടുപോകുന്ന സമയത്ത് സിനിമ കാണിക്കാൻ കൊണ്ടുപോയി അവിടുത്തെ കുറെ അട്രാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കനാലുണ്ട്. അതിൽ ആ സമയത്തൊക്കെ വെള്ളം തുറന്നിട്ടുണ്ടാവും. ഇത് എവിടെയാണ് സ്ഥലം? എവിടെ? വെള്ളിക്കുളങ്ങര എന്ന് പറയും, കൊടകര, ചാലക്കുടി ആ ഭാഗമൊക്കെയാണ്. അപ്പൊ അവിടെ ഭയങ്കര കിടിലൻ സ്ഥലമാണ്. ഒരു അതിന്റെ അവിടെ കുറച്ച് കയറി പോയി കഴിഞ്ഞാൽ ഒരു മലയൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ അയിനിപ്ലാവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതില് ചക്ക പൊട്ടിക്കാം. വന്ന വഴിക്ക് അയിനിച്ചക്ക കണ്ടു. ശീമച്ചക്ക അല്ല, ആഞ്ഞിലിച്ചക്ക. ആഞ്ഞിലിച്ചക്ക. നീ പറഞ്ഞ ശീമച്ചക്ക വേറെ സാധനം എന്താണ്? അത് കടച്ചക്കേനെ പറയാൻ തോന്നുന്നു. ശീമച്ചക്ക കടച്ചക്കയാണ്. ചെറിയ ചക്ക. അയിനിച്ചക്ക ഇത് കാട്ടിൽ ആ കുന്നില് കയറിനടുത്ത് മലയിൽ കയറിനടുത്തൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മള് വിരിയൊക്കെ പിടിച്ചിട്ട് പോകും. അതുപോലെ ഞാവല് ബേസിക്കലി അവിടെ കൃഷിയാണ് അങ്കിളുടെ ഒക്കെ അവിടെ അമ്മ വീട്ടിലെ മെയിൻ സംഭവം. അപ്പോൾ ഇവിടെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എനിക്ക് ചുറ്റുവട്ടത്ത് ഫ്രണ്ട്സ് ആരുമില്ല. ഈ പറഞ്ഞ പോലെ ചേട്ടൻ എൻ്റെ കൂടെ കളിക്കില്ല. അവന് നമ്മൾ ഭയങ്കര മോശപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ പിന്നെയുള്ള കസിൻ വേറൊരു സ്ഥലത്ത് അവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം. അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളാണ്. ഡിഫറെൻറ്റ് സാധനങ്ങൾ ദിവസം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ അയിനിപ്ലാവ് വേറെ ചേട്ടന്മാരൊക്കെ അവിടെ ഉള്ളവരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ഇത് പറിക്കാൻ പോവാ, അയിനിച്ചക്ക പറിക്കാൻ പോവാ. അത് അവിടെ നിന്ന് കുലുക്കിയിടും. നമ്മൾ താഴത്ത് ഇങ്ങനെ സാരി പിടിച്ചിട്ട് ഈ സാധനം പിടിക്കും. ഞാവല് പറിക്കുമ്പോൾ ഇതുപോലെ തന്നെ പിടിക്കും. പിന്നെ ചക്കയുടെ സീസണിൽ ഈ ചക്ക വെട്ടിയിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണ ഒരു പരിപാടിയാണ്. പിന്നെ അവിടെയുള്ള കസിൻ എന്ന് പറയുന്നത് എൻ്റെ ഏജ് ഗ്രൂപ്പിൽ കുഞ്ചൻ, ഞാനൊരു തെറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അവൻ അങ്കിൾ എടുത്തിട്ട് തല്ലെന്ന് പറയുന്നുണ്ട്. തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് അടി കിട്ടും അവന്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തല്ലണം കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഞാൻ പറഞ്ഞ ദയനീയ അവസ്ഥയില്ലേ, അത് കണ്ടിട്ട് അങ്കിള് തല്ലും അവനെ. പക്ഷെ മനസ്സ് കെട്ടിയാണ് അല്ല, ഈ തെണ്ടിയുടെ കയ്യിലിരിപ്പ് കനാലിൽ വെള്ളം നിറഞ്ഞിട്ട് കുത്തിയൊലിച്ച് പോണ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും അതിൽ ചാടരുതെന്ന്. അവരെങ്ങടെങ്കിലും മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലടക്കേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പോയിട്ട് ചാടും. ചാടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നീന്തി കയറി ഈ കരയിൽ കയറാൻ പറ്റില്ലെങ്കിൽ അപ്പുറത്തൊരു തെങ്ങിന്റെ പാലട്ടുണ്ട്, അവിടെ പിടിച്ച് കയറണം. അതും പറ്റിയില്ലെങ്കിൽ കുറെ ദൂരം പോയിട്ട് പിന്നെ കയറാൻ പോകുന്നില്ല, എവിടെങ്കിലൊക്കെ പിടിച്ച് കയറാം. അന്ന് അത് ഫുള്ള് മണ്ണായിരുന്നു. ഇപ്പൊ അത് സിമെന്റ് ഒക്കെ ഇട്ട് ആകെ വൃത്തിയാടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചൊന്ന് വെള്ളം താന്നു കഴിഞ്ഞാൽ നമ്മൾ തോർത്തെടുത്ത് ഇറങ്ങും, മീൻ പിടിക്കാൻ ഇറങ്ങും. അപ്പോൾ ഫുൾ പാക്ക് പരിപാടി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മലയിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ ഈ പറഞ്ഞ കുഞ്ചനും മനു, എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള കസിൻസ് അവരൊക്കെയുള്ള. അപ്പോൾ അവരുടെ കൂടെ കറങ്ങാനിറങ്ങലും പരിപാടിയൊക്കെ ആയിട്ട് 1 മാസം അങ്ങോട്ട് കഴിഞ്ഞ് പോണതറിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഈ പാടമൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ് പതുക്കെ ഈ കൊടകര എത്തി ഹൈവേക്ക് ഒരു കയറലുണ്ട്. അപ്പോൾ ഒരു വിഷമമാണ്, മയിര് കഴിഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാസ്റ്റിനാണ് മെയിൻ ഇത്. ഇവിടെ കസിൻസ് മെയിനായിട്ട് വരിക വെക്കേഷനല്ല, നമ്മുടെ ജനുവരിയിൽ പെരുന്നാളുണ്ട്, അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞത് സെബാസ്റ്റ്യൻ മുന്നയാളെ അമ്പും കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ സമയത്ത് ആൻറ്റിമാരും ഇവരൊക്കെ കൂടി വരും. അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിൻ്റെ സമയത്ത് അങ്കിളുമാർ പൈസ വരും, നേർച്ചയിടാനെന്ന് പറഞ്ഞിട്ട് പൈസ വരും. അപ്പം നമ്മളിത് ഫുള്ള് കളക്ട് ചെയ്യും. ഞാനും ബാസിനൊക്കെ ഇത് ഇങ്ങനെ നടന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് എടുത്തു വയ്ക്കും. പിന്നെ ഒന്നില്ലെങ്കിൽ പെരുന്നാൾ പറമ്പിൽ പോയിട്ട് ഈ സാധനങ്ങൾ എങ്ങനെ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാനുള്ള ക്രിക്കറ്റ് ബോൾ മേടിക്കണം, ചോക്ക് മിഠായി മേടിക്കണം, തോക്ക് മേടിക്കണം, ഈ സാധനത്തിലേക്ക് ഒരു കാൽക്കുലേഷൻ. ബാസിനൊന്നും ഭയങ്കര ജാതി അഭിനയിക്കുന്നത്, ഇത് നേർച്ചയിടാൻ തന്ന പൈസയാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഈ അമ്പ് പെരുന്നാളിൽ സെബാസ്റ്റ്യൻ മുന്നാളെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടിലൊരു നേർച്ചപ്പെട്ടിട്ടുണ്ട്. ബാസ്യം പോയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ അത് മുഴുവൻ നീ ഇട്ടാന്ന് പറഞ്ഞു. എവിടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട സാധനങ്ങൾ മേടിക്കും. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങളെല്ലാവരും കളക്റ്റീവായിട്ട്
ഈ പൈസ ശേഖരിച്ചു. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ചെന്ന് ചോദിച്ചാലും കാശ് കിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ചെല്ലും. അപ്പോൾ ആൻറ്റിമാരും അങ്കിളുമാരും പൈസ കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ പൈസ കളക്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർ പോയിട്ട് സിറ്റി സെൻറ്റർ ഉണ്ട്, ഗെയിം കളിക്കുന്ന സ്ഥലം, സിറ്റി സെൻറ്ററിൽ അവിടെ പോയിട്ട് കോയിൻ മേടിച്ചു. 10 സെക്കൻഡ് കൊണ്ട് ഈ കാശ് തീർന്നു പോട്ടാ. ഇതൊക്കെ ഏത് വയസ്സിലാണ്? ഇത് 2000 എഞ്ചിനീയറിംഗ് ഇത് ഞാൻ ഇവരെന്തിന് ഇപ്പോഴും വന്ന് ചോദിക്കണേ? ഇതൊക്കെ 8ാം ക്ലാസ് ആ ടൈമിലൊക്കെയാണ് സിറ്റി സെന്റർ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് ഗെയിം കളിച്ച് അത്യാവശ്യം കാശൊക്കെ പോയിട്ടുണ്ട്. പിന്നെയുള്ള കാശിന് സിനിമ കാണാന്ന് വെച്ചാൽ എന്താ പ്രാഗിയിട്ട് ഇവര് തന്ന കാശാന്നുണ്ട്, ഒന്നും വർക്കാവണില്ല. അന്ന് കണ്ട സിനിമ പ്രജ, തിയേറ്ററിലിരുന്ന് പണ്ടാറടങ്ങി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്തോ കസിൻസിൽ ആർക്കും കണക്കൂട്ടലിൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ല. അപ്പം നോക്കുമ്പോൾ ഇനി എത്ര രൂപ ഉണ്ടോ നമ്മുടെ കയ്യിൽ, എത്ര 2 രൂപയും കൂടി ഉണ്ട്. അപ്പം മിൽട്ടൺ എന്ന് പറഞ്ഞാൽ പറയാം എന്നാൽ നമുക്ക് വേറെ മറ്റേ ഇതും കൂടി മേടിക്കാം. അപ്പം ഇങ്ങനെ വീട്ടിൽ പോടാ, നടന്നു പോവാ 12 കിലോമീറ്റർ നടക്കാൻ. അങ്ങനെ പെരുന്നാളിന് കിട്ടുന്ന കാശുകൾ അങ്ങനെ ചിലവാക്കും. പിന്നെ ബാസ്റ്റിന് ഞാനും അവിടെ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും രാത്രി. പിന്നെ പിന്നെ താഴെയുള്ള പിള്ളേരുകൾ വന്നു തുടങ്ങി, അതായത് നമ്മൾ ബോളിങ്ങും ബാറ്റിങ്ങും കൊടുക്കാത്ത കസിൻസ് 2 പേര്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായി, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഇതുണ്ടല്ലോ, അവിടെ 2 സ്റ്റെമ്പ് വയ്ക്കുന്നു, കാലത്ത് ഒടിഞ്ഞ് ക്രിക്കറ്റ് കളിക്കുന്നു. ഇവിടെ ക്രിക്കറ്റ് കളിയായിരുന്നു മെയിൻ. പിന്നെ ഞങ്ങൾ വളരുന്നതനുസരിച്ച് ഈ പറഞ്ഞ പോലെ കള്ളുകൂടി അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ അത്രയ്ക്കൊക്കെ റേഞ്ച് എത്തിയപ്പോൾ മറ്റേ ചേട്ടന്മാരുടെ ഗ്യാങ്ങിൽ ഒപ്പത്തിന് ഇരിക്കാനും. ഇല്ല, നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് കാണുന്നത് നമ്മുടെ ഈ മെയിൽ കസിൻസിനെയാണ്. അവരൊരു നമ്മുടെ കാട്ടി ഒരു 10 വയസ്സ് വ്യത്യാസം. അവരൊക്കെ നമുക്ക് പുരുഷന്മാരാണല്ലോ. നമ്മളൊരു 12 നമുക്ക് 12-13 വയസ്സിൽ ഇവർക്ക് 24-25 വയസ്സ്. ഇവർ ബൈക്കിൽ പോകുന്നു, ഇവർ ഇങ്ങനെ കോളേജിൽ അടിപൊളിയായിട്ടൊക്കെ നടക്കാൻ. നമ്മൾ ചേട്ടൻ സൂപ്പറാണ്. നമുക്ക് കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവുന്നത്. അവരും നമ്മുടെയൊക്കെ റേഞ്ച് തന്നെയായിരുന്നു. അല്ല, പക്ഷെ എന്റെ ജ്യേഷ്ഠന്മാരും അങ്ങനെ ആയിരുന്നില്ല, ആ റേഞ്ച് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക്. അവർ കുറച്ച് സ്പോർട്സും പരിപാടിയൊക്കെ ആയിട്ട്. ഇല്ല, എനിക്കിപ്പോൾ ആവശ്യത്തിന് ഇത്രയും പ്രായം, കാരണം നമ്മൾ കൊച്ചിലെ ഇത്രയും പ്രായമുള്ള ഒരു കസിനെ കാണും, 32 വയസ്സുള്ള കസിനെ കാണുമ്പോൾ നമ്മളൊരു മനുഷ്യൻ അല്ലേ, നമുക്ക് ഒരാള്, ഒരു വ്യക്തി. പക്ഷെ നമുക്കിപ്പോൾ ആ ഒരു പ്രായമായപ്പോൾ നമുക്ക് ആ ഒരു സാധനം തോന്നണില്ല എന്നാണ് അത്. പക്ഷെ നമ്മുടെ താഴെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ അങ്ങനെ ഭയങ്കര ചെറിയ കസിൻസ് ഉണ്ടോ നിനക്ക്? എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും ആൾക്കാരെ കാണാത്തോണ്ടായിരിക്കും നമുക്ക് ഇവരൊരു ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മൾ അങ്ങനെ ഒരു സംഭവമല്ലെന്ന് എനിക്ക്. അവരങ്ങനത്തെ റെസ്പെക്ട് നമ്മൾ കൊടുത്തിരുന്ന റെസ്പെക്ട് ഒന്നും നമുക്ക് തിരിച്ചില്ല. പണ്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ ശരിക്കും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അപ്പോൾ എനിക്കൊരു 15 വയസ്സിൽ താഴെയുള്ള 2-3 പേര് ഇപ്പോഴുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കസിൻസിൽ 3 പേരുണ്ട് ഇപ്പോഴും. എങ്ങനെ നോക്കി കാണാൻ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളിനി അങ്ങോട്ട് ഉപദേശം കൊടുത്താലേ ഉള്ളൂ, അവര് ചോദിച്ചൊന്നും വരാറൊന്നും. പിന്നെ അവരുടെ കൂടെ ഒരു സെക്കൻഡ് ഷോക്കൊക്കെ പോവാന്നൊക്കെ പറയുന്നത് അന്ന് ഭയങ്കര ഒരു സംഭവല്ലേ. അവര് വിളിച്ചാൽ നമുക്കൊരു ഭയങ്കര അതായത് സിനിമയ്ക്ക് പോകുന്നുണ്ട്, നമുക്ക് പോവാം. ഈ അങ്കിളുടെ ഒരു ബസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓട്ടോ ഉണ്ട്. എന്നെ കൊണ്ടുപോകണ ടോംബേപ്പൻ എന്നാ പറയാം, എൻ്റെ തലോട്ടപ്പനാണ്. അപ്പോൾ ആളുടെ ഈ ഓട്ടോയിൽ ഞങ്ങൾ ചാലക്കുടിക്ക് സെക്കൻഡ് ഷോ കാണാൻ പോണ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെ ആൻറ്റിയും ഭയങ്കര വൈബാണ്. ആൻറ്റി ഈ പറഞ്ഞ പോലെ പണിയൊക്കെ ഒതുക്കിയിട്ട് വൈകുന്നേരം വന്നിട്ട് ഞങ്ങളിരുന്ന് ചീട്ട് കളിക്കും. ഞങ്ങൾ എത്ര പിള്ളേർ, അവർക്ക് 3 മക്കളുണ്ട്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ചീട്ട് കളിക്കാനൊന്നും വേറെ 2 പെട്ടിയൊക്കെ വേണം, ഒന്ന് റമ്മി കളിക്കണമെങ്കിൽ. അപ്പോൾ രാത്രി വൈകുന്നേരം ഇരുന്ന് ചീട്ട് കളി കുറേ നേരം ഇരുന്ന് കളിക്കും. ആൻറ്റി അതേ സ്പിരിറ്റിൽ പിള്ളേരെ അതൊന്നും വിചാരിച്ചിട്ടല്ല, അമ്പടാ അങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാനുള്ള മൈൻഡിൽ തന്നെയാണ് ആൻറ്റി കളിക്കുക. അപ്പോൾ വൈകുന്നേരം വരെ ഈ പറഞ്ഞാൽ അവസാനം നമുക്ക് ആ പ്രായത്തിൽ ശരിക്കും ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ പ്രായം തുടങ്ങി അങ്ങനെ പോകുന്നുണ്ട്. 5-ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും വൈകുന്നേരം വീട്ടിൽ വന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് മാറി നിന്നാലും കാലത്തൊക്കെ നമ്മൾ ഭയങ്കര ചില്ലായിരിക്കും. ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയം കഴിഞ്ഞ് ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങിയാലൊരു ഉറങ്ങുമല്ലോ. അപ്പോൾ ആ ഉറങ്ങണ സമയത്തൊക്കെ ചെറിയ ടെൻഷനാണ്. വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു, പറഞ്ഞാലോ രാത്രി അങ്ങനെ. പിന്നെ ഒരു പ്രായം വരെ വിടത്തില്ലല്ലേ, വീട്ടുകാർക്കും അറിയാം അവിടെ പോയ രാത്രി കരയും. പകലുള്ള എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ള രാത്രി ആകുമ്പോൾ വെള്ളം വെക്കും എന്നറിയാം.
അപ്പൊ നമ്മളും പറയില്ലോ വിൽക്കൂലോ വിട്ടു വിട്ടു എന്നൊക്കെ പറയും. പക്ഷെ പോയി കഴിയുമ്പോ നമുക്ക് രാത്രി ആവുമ്പോ അമ്മേനെ കാണണം. വലിയ സങ്കടം വരുന്നുണ്ട്, പറയാനും പറ്റൂല. അതാ രാത്രി പിന്നെ ഈ പറഞ്ഞ പോലെ ചിന്തകളൊക്കെ വരുന്നു തുടങ്ങും. വീട്ടുകാർക്ക് ആ ഒരു വിഷമമുണ്ടല്ലോ, ഇവന് നമ്മളെ വിട്ട് മാറി നിൽക്കാൻ പറ്റുമോ? അവര് കുറെ കോൺഫിഡന്റ് ആയിട്ടാണല്ലോ പറയണേ, കൊണ്ടുപോയപ്പോ വിളമ്പോ നമ്മള് ഇല്ലാന്ന് പറഞ്ഞ് വിട്ടിട്ട് അവർക്ക് പിന്നെ എനിക്ക് ചേട്ടൻ കൂടി ഉണ്ടാവും. അപ്പൊ പിന്നെ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ പോയി നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഞങ്ങളെ രണ്ടുപേരെ, പിന്നെ അബു അന്ന് കുഞ്ഞാ, ഞങ്ങളെ രണ്ടുപേരും എന്നെ ചേട്ടനെയും കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി മാമ വന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ട് നിർത്തുന്ന പതിവുണ്ടായിരുന്നു. കാരണം വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് ചെറുപ്പത്തിലെ. അപ്പം ഈ കേസൊക്കെ അന്ന് നടക്കുന്നതാണ്. അതായത് ഫാദറിന്റെ സൈഡിലെ കുറെ കേസുകളും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് മാക്സിമം കുട്ടികളെ വെക്കേഷനൊക്കെ ഉള്ളപ്പോൾ മാറ്റി നിർത്താന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് അധിക സമയം വെക്കേഷൻസ് സ്പെൻഡ് ചെയ്തിരുന്നത്. അമ്മയുടെ ചേട്ടത്തിയുടെ മക്കൾ രണ്ടുപേരും അവർ അമ്മ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, അതായത് അമ്മയുടെ ചേട്ടത്തി ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പം അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിലാണ്. അപ്പം ഞങ്ങൾ ഒരു 4 പേര് ഭയങ്കര ബോണ്ടിങ് ഉള്ളവരുണ്ടായിരുന്നു. എൻ്റെ അക്കച്ചിയും ചേട്ടത്തിയും എൻ്റെ സെയിം പ്രായത്തിൽ അമ്മയുടെ ചേട്ടത്തിക്ക് ഒരു മോനുണ്ട്. ഞങ്ങൾ ചങ്ക്സ് കസിൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ. പിന്നെ ഞാനും ചേട്ടനും. അപ്പോൾ ഞങ്ങൾ 4 പേര് കുറേ നാൾ. പിന്നെ അപ്പോൾ അന്ന് പൊടിപ്പിള്ളേർ വരും. ഈ അമ്മയുടെ അനിയത്തിമാരുടെ മക്കൾ ഇടയ്ക്കൊക്കെ വന്നിരിക്കും പൊടിപ്പിള്ളേർ. അവർ കുറച്ചുകൂടെ കുഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ ഈ ക്രിക്കറ്റ് ഞങ്ങൾ 4 ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റിലേക്ക് നമ്മൾ ബാറ്റിങ്ങും ബോളിങ്ങും കൊടുക്കാത്ത കസിൻസ് ഉണ്ടല്ലോ. അങ്ങനെ ചെറിയ കസിനുണ്ട്. അപ്പോൾ വലിയ മുട്ടനാണ്. അവനിങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പുറകെ വന്നിരിക്കും ചൊറിയാൻ വേണ്ടിയിട്ട്, ചമ്പ് തട്ടിയിടും. നമ്മളിങ്ങനെ വന്ന് നിന്നിട്ട് അവരിങ്ങനെ ചമ്പ് തട്ടിയിട്ട് നമ്മൾ കളി ബോൾ എറിയുമ്പോൾ അവൻ വന്ന് ചമ്പ് തട്ടിയിട്ട് എന്നിട്ട് ചിരിച്ചോണ്ട് മാറി നിൽക്കും. അപ്പോൾ ഇക്ക ബാറ്റ് ചെയ്യുക, ഇക്ക ടെററാ. 8ാം ക്ലാസ് വരെ ഇക്ക ടെററാ. അപ്പോൾ ഇക്ക ബാറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അവൻ വന്ന് ചമ്പ് തട്ടിയിട്ട് അവനെ നോക്കി അവൻ ചിരിച്ചോണ്ട് ഓടിപ്പോയി. അപ്പോൾ ഉമ്മമാരെല്ലാം നിപ്പുണ്ട്. അടുത്ത ബോൾ എറിഞ്ഞ് ബോൾ എറിയുമ്പോൾ ഇവൻ ഓടിപ്പോയി ചമ്പ് തട്ടിയിടും. അപ്പോൾ ഇക്ക ഇങ്ങനെ വീണ്ടും അവനെ നോക്കി 3ാമത്തെ ചമ്പ് തട്ടിയാണ് അവൻ അതിങ്ങനെ ബാറ്റ് വെച്ച് കറക്കി ഒരു അടി അവനെ. മടൽ ബാറ്റാ, മറ്റേ ഓല മടലിൽ വെച്ചത് ബാറ്റാന്ന് നമുക്ക്. അപ്പം എനിക്ക് ബോളൊന്നും നിൽക്കുക, ഇക്കടെ ബോളല്ല, ഇവനാണ് ഇക്കടെ മനസ്സിൽ. അവൻ വരുന്നൊക്കെ ഇങ്ങനെ നോക്കി ചെയ്തിട്ട് അവൻ കറങ്ങി ഒരൊറ്റ അടി, എല്ലാവരും ഞെട്ടിപ്പോയി. ഇക്ക അങ്ങനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പെരുമാറുന്നൊരു മനുഷ്യനായിരുന്നു 8ാം ക്ലാസ് വരെ. പിന്നെ ഇപ്പൊ വേറെ മനുഷ്യനാണ്. ഞാനീ പറഞ്ഞ കുഞ്ചനെ അങ്കിൾ അടിക്കുന്ന പറയുന്നില്ലേ, ഈ പറഞ്ഞ പോലെ അടിക്കണ ഉപയോഗിക്കണ സാധനം കയ്യിലോട്ടില്ലേ, ചോറ് ഊറ്റണ കയ്യിലോട്ടില്ലേ. നിങ്ങളെന്താ പറയാ, ചോറ് ഇങ്ങനെ ഊറ്റണ ഒരു സാധനം ഇല്ലടാ, സ്ട്രെയിനർ അല്ല, നമ്മളിങ്ങനെ തവി. പണ്ടത് മുളയുടെ ഒരു സാധനമൊക്കെ ഇട്ട് കണ്ണാപ്പന് കയ്യിലോട്ടാന്ന് പറയും. കണ്ണാപ്പ കയ്യിലോട്ടാന്ന് പറയാം. അപ്പൊ അതിന്റെ പിടി അല്ലെങ്കിൽ അതിന്റെ ഫീമെയിലാണോ കണ്ണാപ്പി? കണ്ണാപ്പി മെയിലല്ലേ? നമ്മുടെ കൂടെ ഇരുന്ന് വൃത്തികെട്ടവനായിട്ട് മാറി അഖിലിന്. അതൊന്നല്ല, അഖില് പണ്ടേ വൃത്തികെട്ടവനാണ്. അപ്പൊ ഇവനെ തല്ലെന്ത് ഈ വക സാധനങ്ങളുണ്ടാ, ഇത് കേബിള് പിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ അടിക്കാന്നാലും ഇമാതിരി സാധനങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ വടി കിട്ടുമ്പോ പറയണത് തല്ലല്ലേ അപ്പാന്നല്ല, കൊല്ലല്ലേ അപ്പാ ഓടും. അപ്പൊ നമ്മള് ശരിക്കും ഇതിൽ നമ്മളും കൂടി ഒരു ഭാഗമുള്ളൂ. നമ്മളും പോയിട്ട് ചാടിയുണ്ട്. നമ്മളടിക്കാൻ പറ്റാത്ത കാരണം അടിക്കാത്തതാണ് നമുക്ക് ഫുൾ കുറ്റബോധ. പക്ഷെ ഇവനും അങ്കിളും നമ്മളുടെ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ കണ്ടടി മുഴുവൻ കിട്ടിയിട്ട് ഒരു ഉളുപ്പില്ലാണ്ട്. അപ്പൊ നമ്മള് സിനിമയ്ക്ക് പോണ്ട, ആടാ പോവാ. അവര് അപ്പനും മോനും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കിട്ടുന്ന അങ്കിളുടെ തന്നെ മെയിൻ കിട്ടത് ആന്റി വെച്ചും കൊടുക്കും. ടോമി കൊടുക്ക് 2 അവന് വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ ആന്റിയും സംഭാവന ചെയ്യും പറഞ്ഞ പ്രസ്തുത പരിപാടിയില്. പൈസ കിട്ടാറില്ലേ ഈ പറഞ്ഞ അമ്മാമ്മ വെക്കേഷന് പോയി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതിന് പ്രത്യേക റീസൺസ് ഉണ്ട്. അതായത് പെരുന്നാൾ സമയത്ത് പെരുന്നാൾ പടി, വിഷു കൈനീട്ടം പോലെ മുസ്ലിംസിൻ്റെ ഇടയിൽ ആൾക്കാർ അത് കൊണ്ടുവരുന്നത്, അതിനെ റിഫ്ലക്ട് ചെയ്യുന്നത് പെരുന്നാൾ പടി എന്നുള്ള പേരിലാണ്. അപ്പോൾ പെരുന്നാൾ സമയത്ത് എല്ലാവരും പൈസ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും കൊടുക്കും. അപ്പോൾ അന്ന് ഈ പറഞ്ഞ കസിൻ്റെ ഫാദർ ഗൾഫിലുള്ള പുള്ളിക്കാരൻ വന്നാലും ഏറ്റവും കൂടുതൽ പൈസ ആയിട്ട് പുള്ളിക്കാരാണ് 100 നോട്ട്സ് മറിക്കുന്ന ആള്. ബാക്കി എല്ലാവരും 10 രൂപ നോട്ട് അല്ലെങ്കിൽ 5 രൂപ നോട്ട് കോയിൻസ് ഒക്കെ തരത്തുള്ളൂ. കോയിൻസേ കിട്ടാറുള്ളൂ കൂടുതൽ ആൾക്കാർ. പുള്ളിയുടെ കൺവേർഷൻ ദിർഹംസിലാണ്. പക്ഷെ പുള്ളിയൊക്കെ ഒത്തിരി വിദേശത്തൊക്കെ പോയി കഷ്ടപ്പെട്ടു. അതായത് ഈ പറയുന്ന കപ്പൽ പോകുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഗൾഫിൽ പോയി അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇവരുടെ പത്തേമാരി കണ്ടിട്ട് ഇവനും പത്തേമാരി കാണാൻ പോകും. അപ്പോൾ പത്തേമാരി കണ്ടു തുടങ്ങി പകുതി കഴിയുമ്പോൾ ഞങ്ങളുടെ ചെരിഞ്ഞിങ്ങനെ ഇരുന്ന് കരയുക. അവൻ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഞങ്ങളുടെ കരയാ. കാരണം അവന്റെ ഫാദറിന്റെ കഥ നമ്മൾ ഈ കാണുന്നത്. കാരണം പുള്ളിക്കാരൻ ഒരു കാലഘട്ടത്തോളം വിദേശത്ത് കഷ്ടപ്പെട്ട് അവിടെ കുറച്ച് രക്ഷപ്പെട്ട് ജോലി നല്ലതായി മാറിക്കേറി അങ്ങനെ ഫിനാൻഷ്യലി സെറ്റിൽ ആയ മനുഷ്യനാണ് പുള്ളി. വെക്കേഷൻ വരുമ്പോൾ ലാവിഷാണ്.
ആ പുള്ളിയാണ് നമ്മുടെ കുടുംബത്തിലെ അന്നത്തെ ഏക ഗൾഫുകാരൻ. പിന്നെ അത് കഴിഞ്ഞ് എന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി, മാമന്മാരൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ പുള്ളി വരുമ്പോൾ 100 നോട്ട് മറിക്കും, പഴയ 100 നോട്ട്. എല്ലാവരും കോയിൻസ് ഒക്കെ തരും, പുള്ളിയൊക്കെ 50, 100 ഒക്കെ ഇങ്ങനെ മറച്ചിങ്ങനെ തരും. അത് വരുമ്പോൾ ടോട്ടൽ എമൗണ്ട് 100 മേളിൽ പോകും. അത് വെക്കേഷൻ അല്ലെങ്കിൽ പെരുന്നാൾ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കൂടും. അന്ന് നമ്മൾ ഈ കളക്ഷൻ എടുക്കും, ഓടി നടന്ന് എല്ലാവരുടെയും കളക്ഷൻ എടുക്കും. എന്നിട്ട് തന്നെ ഇത് പരിപാടി തന്നെ, പുറത്ത് പോവുക, ബൂമർ ബബിൾക്കം വാങ്ങിക്കുക, ബോൾ വാങ്ങിക്കുക, കാർഡ് കളക്ഷൻ ഉണ്ടല്ലോ. ബബിൾക്കം തിന്നാൻ വേണ്ടി ഒന്നല്ല, അതിൻ്റെ കാർഡ് കിട്ടും, സെൻട്രൽ പ്രസിഡന്റിന്റെ കാർഡ് കിട്ടും. ടാറ്റു വാങ്ങിക്കുക. അതൊക്കെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്നുള്ളതല്ലേ ഇപ്പോഴും. പക്ഷെ വേറെന്തൊക്കെ അതല്ല, അവർക്ക് പരിചയമുള്ള ടാറ്റു ഉണ്ടായിരുന്നു, ഒരു കൂറ ടാറ്റു പശ പോലെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച്, അതാണെങ്കിൽ ചില സമയത്ത് ഒട്ടിക്കഴിഞ്ഞാൽ പകുതി ഇരിക്കൂല, കുറെ നേരം തൂത്ത് പറിക്കുമ്പോ ചൊറി പിടിച്ച പോലെ ഇരിക്കും. ഇപ്പൊ ടാറ്റു ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത, ഇപ്പൊ നീ കാറ് നോക്കുന്നത്, നിനക്ക് ഇപ്പോഴും കാറിന്റെ ഒരു ചെറിയ മിനിയേച്ചർ കാണുമ്പോൾ ഒരു കൗതുകമില്ലേ? അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോഴും ആൾക്കാർക്ക് ട്രെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പരിചയമുള്ള സാധനങ്ങൾ, ആനിമേയുടെ ഒക്കെ ചെറിയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അനിമയിലെ ക്യാരക്ടേഴ്സിനെ കളക്ട് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പൊ നമുക്കത് പണ്ട് സച്ചിന്റെ കാർഡും WWF കാർഡും ആയിരുന്നു. ഇപ്പൊ അത് മാറിയെന്നേ ഉള്ളൂ, വേറെ രീതിയിൽ ആൾക്കാർ അത് ആ ഫാന്റസി കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എനിക്ക് നമുക്ക് ഇതുപോലെ വിഷുവിന് ബാക്കി എല്ലാവരും 10 രൂപ 5 രൂപയൊക്കെ തരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിലൊക്കെ ഡിസ്ക്രിമിനേഷൻ മറ്റേ ഇവരുടെ ഒരു എക്കോണമിക് സിസ്റ്റം ഫാമിലിയുടെ ഞാൻ ഒരു ദിവസം നമ്മളിതുപോലെ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു കസിൻ വന്നിട്ട് ഇതുപോലെ എനിക്കും ചേച്ചിക്കും എന്തോ 10 രൂപ 20 രൂപ എന്തോ വിശിക്കാനായിട്ട് നിന്നിട്ട് നമ്മുടെ തന്നെ കൂടെയുള്ള കസിൻ വേറൊരു കസിനുണ്ട്, അവർക്ക് 100 രൂപ. കാരണം ഇവർ തിരിച്ചു കൊടുക്കും, ഇത് അവരുടെ പിള്ളേർക്ക് കൊടുക്കും. അതൊക്കെ ഞാൻ കൊച്ചിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ഏജ് അനുസരിച്ച്, അതായത് എനിക്ക് 100 രൂപ തരുമ്പോ ഇല്ല നമ്മളൊക്കെ അബുവിന് അത്രയും കൊടുക്കത്തില്ല, കാരണം അബു കുറച്ചുകൂടെ കുഞ്ഞാന്ന് അബുവിന് കുറച്ചല്ലേ കൊടുക്കണ്ടേ. ഇത് 7ലും മറ്റേ ചേച്ചി 7ലും ഞാൻ 4ലും പഠിക്കുമ്പോ മറ്റേ UKG പഠിക്കുന്ന കൊച്ചിനാ 100 കൊടുക്കുന്നത്, നമുക്ക് 10. ആ സ്കീം അത് പോട്ടെ, ഞാൻ പറയട്ടെ, അത് വിട്, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്. അത് വിട് വിഷമങ്ങളുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഈ പറഞ്ഞ 100 നോട്ട് വരണം നമുക്കപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ അതിനെ ഇത് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ഒരാൾ, ഒരു പേരപ്പൻ ഒരാളുണ്ട്, ഭയങ്കര പ്രായമായിട്ട്, മറ്റേ ഡയറക്ടർ കമലിനെയൊക്കെ പല്ലിക്കും, തല ഫുൾ വൈറ്റ് ഹെയർ ഒക്കെ ആയിട്ട്. അപ്പോൾ ആള് 25 രൂപയാണ് വിശുദ്ധം തരുന്നത് എല്ലാ വർഷവും. അപ്പൊ ആ 25 രൂപ അല്ലാത്ത കണക്കാണല്ലോ. ഇപ്പൊ 2 10 നോട്ടും ഒരു 5 കോയിനും. അപ്പൊ ഇയാള് ബാങ്കിൽ എവിടെ കണ്ടുപോയി, അന്ന് ATM ഒന്നും വന്നിട്ടില്ല, അപ്പൊ പുത്തൻ നോട്ട് എടുത്തുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ മറ്റേ ചുളുങ്ങിയ നോട്ടൊക്കെയാണല്ലോ കൊടുത്തത്. പുള്ളിയുടെ മറ്റേ വട്ടി പോലത്തെ 2 നോട്ടും കള്ളനോട്ടാണോ എന്നിരിക്കുന്നത്. അതുപോലെ 25 രൂപ തരും. അപ്പൊ നമുക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമുക്ക് തരുന്നതിൽ ഏറ്റവും കൂടുതൽ പൈസ തരുന്നത് ഈ പുള്ളി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുള്ളി വന്ന് കാണുമോ, ഈ പുള്ളി വേറെ ഇവിടെ താമസിക്കുന്ന ആളാണ്. വിഷുവിൻ്റെ അന്ന് മാത്രം പുള്ളിയുടെ വീട്ടിൽ വരും. അതെൻ്റെ വീടിൻ്റെ കുടുംബത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു വീടാണ്. അപ്പം നമ്മൾ നൈസായിട്ട് വിഷു ആകുമ്പോൾ ഇറങ്ങി കറങ്ങിയ കുടുംബത്തോട്ട് പോണ വഴി പുള്ളി വിളിക്കും, തരും. ഇതാ സിസ്റ്റം. ആള് പോകായിരുന്നു. പുള്ളി ഒരു ദിവസം മരിച്ചുപോയി. അപ്പൊ നമ്മളിതുപോലെ ഞാനും ചേച്ചിയും അന്ന് കുഞ്ഞാണല്ലോ, ഇല്ല നമ്മളിതുപോലെ അപ്പൊ 25 തീർന്നു, നമുക്ക് അടുത്ത വിഷയം കളക്ഷൻ 25 കുറവാ. ഒരാള് മരിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ശരിക്കും ഇത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നുവരെ 1 രൂപ പോലും വിശക്കാണ്ട് ഇവര് നമുക്ക് 100ഉം 500ഉം ഒക്കെ തന്നോണ്ടിരുന്നത് എനിക്കറിയാം. അത് എന്റെ അനാസിക്കയുടെ കൈ തന്നു കഴിഞ്ഞാൽ ഇത് നേരെ വീട്ടിൽ നമ്മൾ ഈ ചില്ലറ പൈസക്ക് ഒരു പർച്ചേസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇത് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇവർ പൈസ ഉള്ളവർ നമ്മുടെ തന്നുകൊണ്ടിരുന്നത്, എനിക്ക് മനസ്സിലാവും. ഇപ്പം അതായത് എൻ്റെ ആ പൊടി കസിൻസ് ഉണ്ടല്ലോ, അവർ കുറച്ചൊക്കെ വലുതായപ്പോൾ എൻ്റെ അമ്മ അവർക്ക് കൊടുക്കുന്നത് ഞാൻ റീസെൻ്റ്ലി കാണുന്നത്, കഴിഞ്ഞ 10 ഇയേഴ്സിനകത്ത് ഞാനത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ ജോലിക്കാന്നുള്ളത്. അപ്പം ഞാൻ അവരുടെ കസിനാണ്, അപ്പം ഞാനും അവർക്ക് കൊടുക്കും, അനാസിക്കായും കൊടുക്കും, ഞാനും കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ ആ പിള്ളേരത് വാങ്ങിക്കുന്ന പിള്ളേർ പുറകെ നടന്ന് നമ്മൾ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ. ഇത് അനാസിക്ക വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ കൊടുക്കത്തില്ല, ഇല്ല ജോലി ഉണ്ടായിരുന്നു. അല്ല ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ പറഞ്ഞ എനിക്ക് കിട്ടാറില്ല, നമ്മൾ ഏൺ ചെയ്യുന്നത്. ഞാൻ വെച്ച് പിള്ളേർക്ക് കൊടുക്കാറില്ല, കാരണം എൻ്റെ കസിൻസ് എല്ലാവരും റിച്ച് ആൾക്കാരാണ്, വെറുതെ പിള്ളേർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം. പക്ഷെ ഞാൻ മറ്റേ അവിടെ ഉള്ള നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അച്ഛൻ കൊടുക്കാറുണ്ട്, അത് ഞാനാണല്ലോ കൊടുക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഈ പൈസയിൽ 2 കാര്യമുണ്ട്. ഈ പെരുന്നാളിന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അങ്കിൾമാർ ഇങ്ങനെ തരുന്ന പൈസ, ഈ സാധനമൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ പൈസ
ഓൾമോസ്റ്റ് കോമൺ ഫണ്ടാ. അതായത് ഇതിൽ നിന്ന് എല്ലാവരും കൂടി നോക്കി നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ള അത് ഞാനും ബാസിനുള്ളതെന്നുണ്ടെങ്കിൽ ബാസിന് ഞങ്ങളുടെ നമ്മുടെ കയ്യിൽ ഇനി സാധനങ്ങൾ മേടിക്കാൻ എത്ര കാശുണ്ട് എന്നുള്ള അതൊരു പൊതു ഫണ്ടാ. ഇത് ഞാൻ ചേച്ചിയായിട്ട് ഈ ആശയം വെക്കുമായിരുന്നു, ചേച്ചി സമ്മതിക്കാറില്ല. എന്റെ ഫണ്ട്. അപ്പൊ ഞങ്ങൾ ഈ അങ്ങനെ നമുക്ക് അനാവശ്യമായ സാധനങ്ങൾ സെയിമാ രണ്ടുപേർക്കും വേണ്ടത്. അപ്പൊ ഇത് നമുക്ക് എടുക്കാവുന്ന ഫണ്ടാ, വീട്ടുകാരുടെ ഒരു പ്രശ്നമില്ല. പക്ഷെ അതേസമയം അമ്മാമ്മ തരണ കാശ്, അമ്മാമ്മ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങണ സമയത്ത് തരണൊരു കാശ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാശുണ്ട്. അത് ബുക്ക് മേടിച്ചോ യൂണിഫോം മേടിച്ചോ അത്ര എമൗണ്ടാ. ഇത് ആ കാശിന് നമുക്ക് ഓണർഷിപ്പ് മതിലിറങ്ങണവരുള്ളൂ. അത് കഴിയുമ്പോൾ അമ്മ മേടിക്കും ഈ പൈസ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കുർബാന കൈയുള്ള പാടെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. നമ്മളുടെ ആദ്യമായിട്ട് കുർബാന സ്വീകരിക്കാൻ പള്ളിയിൽ നടത്തുന്ന ഈ വെള്ളം വെള്ളയൊക്കെ ഇട്ടിട്ട് അതിന് ഓൾമോസ്റ്റ് ഈ അങ്കിൾമാരും എല്ലാവരും നല്ല പൈസ തരും, നല്ല ഗിഫ്റ്റുകൾ തരും. പിന്നെ വെറുതെ ചിലർ പറഞ്ഞൊരു കർത്താവ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപം തന്നിട്ട് പോകും. ഈ സാധനം അവിടെ നിരത്തി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇതിങ്ങനെ നിൽക്കല്ല കർത്താവും കൂടി. പിന്നെ ഒരു പൈസ തരും, ചിലപ്പോൾ നല്ല ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ കസിൻസ് എല്ലാവരും തരും. ഈ പൈസയും ഓൾമോസ്റ്റ് അല്ല ഫുൾ അങ്ങോട്ട് പോകാനുള്ള പൈസയാണ്. പക്ഷെ എൻ്റെ കുർബാനകളുടെ പെണ്ണ് മുറ പോലെ തന്നെ ഈ കാശ് പോകേണ്ടടത്തേക്ക് തന്നെ പോയി ഖജനാവിലേക്ക് പോയി ഇതിൻ്റെ നടത്തിപ്പ് ഫണ്ടും ബാക്കിയൊക്കെ ഇതിൽ നിന്ന് ഓടിയുണ്ട്. ബാസ്റ്റിന്റെ കുർബാനകളുള്ള പാട് വന്നു. ഞാനും ബാസ്റ്റിന് ഒരുപാട് കാര്യങ്ങളിൽ കൂട്ടുകൃഷികൾ നടത്താറില്ല. ബാസ്റ്റിന്റെ ഇതിന് കുർബാനയുള്ള പാടിന് ബാസ്റ്റിന്റെ ഇല കൊടുക്കണം. ബാസ്റ്റിന് നേരെ പോക്കറ്റിൽ വെക്കാത്ത. അപ്പൊ കുറച്ചധികം പൈസ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പൈസയും പെരുന്നാൾ ഫണ്ടായിട്ട് കണ്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. അപ്പൊ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുർബാന. അല്ലല്ല, അവന്റെ വീട്ടിൽ അവന്റെ കുർബാനയുള്ള പാട്ട് ഞാൻ പോയതാണ്. അതിന് പങ്കുപറ്റാൻ പോയതാ. അല്ല, കൊണ്ടുപോയില്ല, നമ്മളെല്ലാരും കൂടിയല്ലേ പോവുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫണ്ട് കുറെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ബാസിനും കൂടി ഇറങ്ങി. അത് തിരിച്ചു വരുന്നു 3 ടെന്നീസ് ബോള്, പെപ്സി മേടിച്ചേക്കാല്ലേ, സിപ്പൊക്കെ ചപ്പിട്ട് വരാ. ആന്റി നോക്കി നിക്ക ഈ ഫണ്ട് എവിടെയാന്ന്. പൊന്മാൻ സിനിമ പോലെ നമ്മള് ദുബായിന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും കയ്യിൽ പറഞ്ഞ സാധനം. അന്ന് ബാസിന് നല്ല പട കിട്ടി. അവിടുന്ന് ജോൺ ജോരി നമ്മളടിക്കാൻ പറ്റൂലല്ലോ. നമ്മള് അമ്മ വീട്ടിൽ പോകുമ്പോഴുള്ള ബെനിഫിറ്റുകളൊന്നും അത് നമ്മുടെ പേരൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ഉള്ളവർക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ വന്നതല്ലേ, അപ്പൊ കുഞ്ഞുങ്ങളെ അടിക്കരുത്. എക്സാമ്പിൾ സെറ്റ് ചെയ്യണമെങ്കിൽ മറ്റേമാർക്ക് അടി കിട്ടും. നീ അവരെ വഷളാക്കുന്നു. എന്റെ അമ്മയുടെ വീട്ടില് അമ്മാവനുണ്ട്. അമ്മാവൻ മറ്റേ പക്ക അമ്മാവൻ, സിനിമയിലൊക്കെ മറ്റേ കാർണവർ പരിപാടിയാ. അമ്മാവൻ ഭയങ്കര സീനാ, ഭയങ്കര ടെറർ അമ്മാവനാ. അതായത് സ്നേഹമുണ്ട്, പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യണത് വേറെ രീതിക്കാ. അപ്പൊ ഇപ്പൊ അമ്മാവൻ എനിക്കിപ്പോഴും വെച്ചിട്ടുണ്ട്. അമ്മാവൻ മറ്റേ നമ്മൾ രാവിലെ അമ്മാവൻ കുളിപ്പിക്കാം എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് പേടിയാണ്. കാരണം അമ്മാവൻ കിണറ്റിങ്ങനെ എടുത്തിട്ട് മറ്റേ കുടം ഉണ്ടല്ലോ, കുടത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് തലയിൽ ഒഴിക്കും. കുടത്തിൽ നിന്ന് കൺട്രോൾഡ് ആയിട്ടേ വെള്ളം വീഴത്തുള്ളൂ. അല്ലാതെ മറ്റേ അക്കറ്റ് പോലെ ഇത് മറ്റേ ഗുഡുഗുഡുന്ന് വീഴത്തുള്ളൂ. ഭയങ്കര പവറുവാ. ഈ കുടമൊക്കെ എടുത്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിച്ചേക്കും, ഒറ്റ കുടം വെള്ളം. എനിക്കെന്ത് വട്ടുണ്ടോ? നമ്മളെ അങ്ങനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്വാസം വിട്ടിട്ട് ആ സാധനം വെക്കും, പക്ഷെ വിടൂല. അത് അപ്പൊ അച്ഛനും അമ്മയാണെങ്കിൽ നമുക്കൊന്നും ഇതായി എന്ന് കണ്ട അവര് നിർത്തും. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ ഇത് അമ്മാനങ്ങല്ല, നമ്മൾ ആ പ്രശ്നത്തിൽ കൂടെ ഫേസ് ചെയ്യിപ്പിച്ച് വളർത്താനുള്ള പരിപാടിയാണ്. അമ്മാൻ ചിലപ്പോൾ വള്ളത്തേലൊക്കെ, ഞാൻ പറഞ്ഞ അമ്മയുടെ വീട് പറഞ്ഞ അമ്മയുടെ വീട് ഒരു കണ്ടത്തിന്റെ ചുറ്റും കണ്ടോ, ആകെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ പറമ്പോ. അങ്ങനെ അതിലോട്ടൊരു വഴിയും ഉണ്ട്, ബാക്കി മൊത്തം ചുറ്റും വെള്ളമാണ്. അപ്പം അമ്മ ഇതുപോലെ നമ്മളൊരു അമ്മയുടെ വീട്ടിൽ വള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇതുപോലെ നമ്മളെ കൊണ്ട് വള്ളത്തിൽ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. അപ്പം അമ്മ ചിലപ്പം നടുക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ കായൽ ഏരിയ ഉണ്ട്, കണ്ടവും കായൽ കൃഷി ചെയ്യുന്ന അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ കുറേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുറ്റും അങ്ങ് ദൂരെയൊക്കെ വല്ല തെങ്ങൊക്കെ ഈ ഹൈറ്റിൽ കാണാം. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ചിലപ്പോൾ വെള്ളമൊക്കെ കുലുക്കി നമ്മളെ ഈ ധൈര്യമൊക്കെ കൂട്ടുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാറുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും അമ്മാൻ്റെ കാരണം അമ്മ ചിലപ്പോൾ തള്ളിയിടും. നീന്താൻ അറിയാവുന്ന ചേട്ടനെ അമ്മ ചവിട്ടി വെള്ളത്തിയിടും ആദ്യമേ, എന്നിട്ട് വെള്ളം കുലുക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് അടുത്തത് നമ്മളെ ഇടും, നമുക്ക് നീന്താൻ അറിയത്തില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കുന്നതൊക്കെ പറഞ്ഞോളെ. അങ്ങനത്തെ ടെററായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു വേറെ. മോനുണ്ട്, ഞാൻ തെറിക്കഥ കേട്ട് വന്നിട്ടുണ്ട്, ഞാൻ പുള്ളിയെ ചീത്ത വിളിക്കാം. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ ഗൾഫിലാണ്. അപ്പൊ ഞങ്ങളെ പുള്ളിക്കാരൻ ഡൂസ് ആൻഡ് ഡോൺസ് പഠിപ്പിക്കുമല്ലോ നമ്മൾ വെക്കേഷൻ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ഭയങ്കര നമ്മുടെ മുടി നമുക്ക് ഒന്നും വളർത്താൻ അനുവാദമില്ല, നമ്മളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും, നമ്മൾ റിലീജിയസ് ആയിട്ട് വളർത്തും, ഇങ്ങനത്തൊക്കെ ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ മക്കള് പുള്ളി ഗൾഫിലായതുകൊണ്ട് ഇപ്പം അമ്മ രണ്ട് നല്ല ഫ്രീക്കന്മാരാണ്. മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ വൈബ്, മെസ്സി വൈബ് പിള്ളേർ, ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമായി, മാവൻ അങ്ങനെ തന്നെ വേണം. ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഒരു സമയത്ത് ഞങ്ങളുടെ 2 കസിൻസ് വന്നില്ലേ, അപ്പം അവൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ചങ്ക് കസിന്.
അപ്പോൾ നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവർ ഭയങ്കര ട്രീറ്റ് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവന് കഴിക്കാൻ മടിയാണ്, എന്നും ഫുഡ് കിട്ടുന്നത് ഇവന് കഴിക്കാൻ മടിയാണ്. അപ്പോൾ അവർ ചൊറിയുന്നത് കണ്ടു പഠിക്കാൻ പിള്ളേർ കഴിക്കുന്നത്, നമ്മൾ പട്ടിണി കിടന്നിട്ട് നമുക്ക് വിശപ്പ്, നമ്മൾ ഫുഡ് കണ്ട് എന്ത് കിട്ടാനും തിന്നുന്ന പിള്ളേരാണ്. അപ്പോൾ ചിക്കനൊക്കെ പോക്കറ്റിട്ട് ഇടയില്ല കിടക്കുമ്പോൾ വിശന്നാലും. അപ്പോൾ ഞാൻ അവന് കഴിച്ചോണ്ടെങ്കിൽ ഇവന് കഴിക്കാൻ മടി. ഇവന് അപ്പം, ചപ്പാത്തി, പൊറോട്ട അല്ല, പുട്ട്, ഇങ്ങനെയുള്ള സാധനം, ചോറ് തിന്നാൻ മടിയാണ്. ഇവന് ആകെ ഇഷ്ടമുള്ളത് അച്ചാറും മിച്ചറും. ഇവന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ളൂ, അതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ അവനിങ്ങനെ ആ പാലപ്പവും കടലക്കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്തേക്ക് ഒരെണ്ണം കഴിക്കാൻ പോടാം, എനിക്കെന്ത് പ്രശ്നം ഇട്ടോളൂ, എല്ലാവർക്കും ഈ 2 പേരും വയ്ക്കാം, ഒരെണ്ണം കഴിക്കാം, ഞാൻ അവൻ്റെ കൂടെ തിന്നും. അപ്പം കൂളായിട്ട് കഴിച്ചു പോകും. അവരുടെ വീട്ടുകാരില്ല അനീസ് വന്ന പിള്ളേരെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ടൊക്കെ, അവൻ്റെ കൂടെ ഇരുന്ന് അവർ കഴിച്ചോളൂ. എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഞാനാ തിന്നുന്നത്. അപ്പം നമ്മളില്ലാത്ത സമയത്ത്, അപ്പോൾ ഇൻസിഡൻ്റ് ആണ്, ഞങ്ങൾ വീട്ടിലില്ല, വെക്കേഷൻ ഇല്ലാത്ത സമയത്ത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഉമ്മുമ്മയുടെ നെഞ്ച് വിങ്ങി, ഇപ്പം നെഞ്ചിങ്ങനെ കെട്ടി. അപ്പം ഉമ്മ ഇങ്ങനെ കഴിച്ചിട്ട് പറയും, അയ്യോ അവർക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു, ഫുഡില്ലാതെ പിള്ളേർ വിഷമമില്ല ഇരിക്കുകയായിരിക്കും, എനിക്ക് നെഞ്ച് വിങ്ങുന്നു, എനിക്ക് ഇറങ്ങുന്നില്ല, ഫുഡ് ഇറങ്ങുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞു. അവൻ്റെ മനസ്സിൽ ഐഡിയ കത്തി. പിന്നെ എപ്പോൾ കഴിക്കാതിരിക്കാൻ, അനീസ് വിഷമിച്ചിരിക്കുവാന്ന് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൻ എന്നും എല്ലാ നേരവും എനിക്ക് നെഞ്ചിൽ ഇറങ്ങുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒരു 4-3 കല്യാണം കഴിഞ്ഞു. എന്റെ കഥയിൽ വീണ്ടും ബാസ്റ്റിനുള്ളത്. ഞങ്ങളൊരിടയ്ക്ക് ഒരു 9ാം ക്ലാസ്, ബാസ്റ്റിനെ നമുക്കറിയാം കേട്ടോ, നമ്മള് ഭയങ്കര കുറച്ചുകൂടെ കണക്ട് ഉണ്ട്. ഞാനും റിൻസായും ബാസ്റ്റിനും ജോൺസയും കൂടെ നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. കാണിക്കാവുന്ന ആ ബാസ്റ്റിനെ, ഒരു മനുഷ്യനെ പരിചയപ്പെട്ട 8 മണിക്കൂറിൽ കാണിക്കാവുന്ന പരിപാടിയെല്ലാം കാണിച്ചതാണ് ബാസ്റ്റ്. വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും. ഇവർ 2 പേരുടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ എന്ത് ഓണാക്കി കളയും, എല്ലാ പ്ലാനും ഓടാ. ബാസ്റ്റിന് എന്നെയും ഇടയ്ക്കിടയ്ക്ക് നന്നാക്കാൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്കും. എത്രാം ക്ലാസ് തൊട്ട്? 9, 8, 9, 10 ഈ 3 കൊല്ലത്തെ ഓണം വെക്കേഷൻ ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിലാ. 10 ദിവസം ധ്യാന കേന്ദ്രത്തിൽ തന്നെ 10 ദിവസം. ആന്റി ജെറൂസലേം ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ ആളാ. എൻ്റെ അമ്മ മിക്ക വെള്ളിയാഴ്ച അവിടെ പോണ ഒരാളാ. അപ്പൊ ഈ വെക്കേഷൻ ഇത് വരുമ്പോ ആന്റി പറയും ബാസ്റ്റിൻ ചേർത്തുണ്ട്, അത് ഓട്ടോമാറ്റിക് അഡ്മിഷനാ. അപ്പൊ പിന്നെ അന്ന് ജോണും കൂടി ചേർത്ത പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക എന്തെങ്കിലും 9, 10 തോന്നുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കേറുമ്പോ തുടങ്ങി പണ്ടാറത് ഇവിടെ നിന്ന് എങ്ങനെ ചാടുന്നുള്ളതാ. ഞങ്ങളുടെ കസിൻസ് ചേട്ടന്മാർ ഇവിടെ നിന്ന് ചാടിയ കഥയൊക്കെ നമുക്കറിയാം. അവര് പ്ലാൻ ചെയ്ത് ധ്യാനത്തിന് കൊണ്ടാക്കി, അവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് വളരെ ഇതായിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോവാം, ആ സമയത്ത് പ്രയർ കഴിഞ്ഞ് അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് അങ്ങോട്ട് മതിൽ ചാടുക, ഇവിടെ നിന്ന് പോയാൽ വീട്ടിലെത്തും. ഇവര് മതിൽ ചാടി ഹർത്താലിൻ്റെ അന്ന്. എന്നിട്ട് ഇവര് വീട്ടിൽ പോയൊരു കഥ, ഈ സാധനമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്ന സമയമാണ്. പക്ഷെ അവിടെ നിന്ന് ചാടിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ധ്യാനത്തിൽ പോയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പ്രേക്ഷിതന്മാരെന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെക്കാളും വലിയ ആൾക്കാരായിട്ട് വർത്താനം പറയുന്ന ഇതുകളുണ്ട്. അപ്പൊ നമ്മളിരുന്ന് ട്രംപ് കാർഡ് കളിക്കായിരിക്കും. അപ്പോൾ ഒരു ഗഡി ഭക്തനാണ് ആളിങ്ങനെ, എന്താ ചെയ്യുന്നത് മക്കളെ? അപ്പോൾ ട്രംപ് കാർഡ് ഇതൊക്കെ കളിച്ചിരിക്കുന്ന നേരം മാതാവിൻ്റെയോ കർത്താവിൻ്റെയോ വല്ല പടം നോക്കിയിരുന്നു. മാതാവിനും കർത്താവിനും റാങ്ക് ഇല്ലല്ലോ, അത് വെച്ച് അങ്ങനെ കളിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കി എന്നിട്ട് ചെകുത്താൻ്റെ ഇതുകളിൽ നിന്ന് മാറി ഈ സമയം നിങ്ങൾക്ക് വിശ്രമിക്കാൻ കിട്ടിയ സമയം കുറച്ചു നേരം പ്രാർത്ഥിക്കുക, മനസ്സിനെ ഒന്ന് ഇതാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിച്ചു. പണ്ടാറോ ഒരു രക്ഷയില്ല. അവസാനം നമ്മൾ ഒളിച്ചിപ്രാന്തിയൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒളിച്ചിപ്രാന്തി കളിക്കുന്നതിൽ ഒരുത്തന് എന്നെ മാത്രം ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ ഒരുത്തന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് എപ്പോഴും എന്നെ തന്നെ വേറെ ആരെ കിട്ടിയാലും പിടിക്കാണ്ട് എന്നെ പിടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, 2 കൊടുക്കണം. അപ്പൊ ഞാൻ ബാസിനോട് പറഞ്ഞു, ബാസിനൊക്കെ വിളിച്ചിട്ട് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, അത് എനിക്ക് മറ്റോണം കിട്ടണടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ കിട്ടി, അവന് സാറ്റൊക്കെ അടിച്ച് അവസാനം ഇത് വാക്തർക്കത്തിലൊക്കെ വന്നു. അവസാനം ഇവൻ 500 പ്രാവശ്യം ബാക്കി എല്ലാവരും വിട്ടിട്ട് എന്നെ സാറ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുക. അവൻ പറഞ്ഞോണ്ട് എന്നെ സാറ്റ് അടിച്ചോടി ഞാൻ പിടിച്ചു. അപ്പൊ അവൻ എന്നെ പിടിച്ച് കറക്കുന്നു. ആദ്യത്തെ അടി ഞാൻ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാസിനൊക്കെ പിടിച്ച് മാറ്റുന്നു. അങ്ങനെ ഒക്കെ നിൽക്കണം. പിന്നെ നമുക്ക് ധ്യാനത്തിന് എന്റർടൈൻമെന്റ് ഇല്ല. അത് 10ാം ക്ലാസ്സിലെ ധ്യാനം എന്നുണ്ട്. നിന്ന് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ പ്രാർത്ഥിക്കുന്നിട്ട് നമുക്ക് അതിശയാവാം. അച്ഛൻ വേറെ വൈബ്. അത് കഴിഞ്ഞ് യേശുവേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കൂടി യേശു. അപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കണവന് ഫുൾ ഭക്തി കയറി. അവൻ
ഈ ലെവലിലൊക്കെ. അപ്പൊ ഞാനും പാസ്റ്റിന് അവൻ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കുറെ നേരം എല്ലാരും ആദ്യത്തെ സാധനത്തിൽ ഈ പീക്ക് എനർജി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും പാസ്റ്റിനും മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെയൊക്കെ ഗ്യാസ് തീരും. അപ്പൊ ഞാനും പാസ്റ്റി ഇവന്മാര് ഇതിന്ന് വീണ്ടും പിടിക്കും. അപ്പൊ നമ്മള് വീണ്ടും മിണ്ടാണ്ടിരിക്കും. ഇത് ഫുൾ മൂഡിൽ പോയോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ധ്യാനമൊക്കെ കഴിഞ്ഞ് സ്വസ്ത്രം എല്ലാവരും മക്കളെല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. വളരെ ഞാൻ കണ്ടു ഒരുപാട് മക്കൾ വളരെ ഇതിലിങ്ങനെ നല്ല ഭക്തി നിർഭരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളെല്ലാവരും വളരെ നല്ല മക്കളാണ്. ആ കൗങ്ങിൻ്റെ അവിടെ നിന്ന് ആ 2 പേര് അച്ഛൻ്റെ വയർലെസ് മൈക്കായിരുന്നു. ഒരു 4 പ്രാവശ്യത്തിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ആള് നമ്മളെ കണ്ടുണ്ട്. ആ 2 പേരും ഇടുക. എന്നിട്ട് ഈ കൊണ്ട ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിർത്തി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇവർ 2 പേര് മാത്രം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെങ്ങോട്ട് ചെകുത്താൻ്റെ ആൾക്കാരാക്കി അവിടെ നിർത്തി ആള് റോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയും സാധനങ്ങളൊക്കെ ആൾ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ ചെകുത്താൻ്റെ അപ്പോയിൻറ്റഡ് ആൾക്കാരാന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഇത് ഓലപ്പരയാണിത്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഹോൾ എന്ന് പറയുന്നത് ഓല മേഞ്ഞിട്ടുള്ള 5 മണിക്ക് എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് പ്രാർത്ഥന തുടങ്ങും. അത് കഴിഞ്ഞ് 7 മണിക്ക് 8 മണിക്ക് ഫുഡ് കിട്ടും. ആ പാത്രം കഴുകി വെച്ച് വീണ്ടും പ്രാർത്ഥന തുടങ്ങും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥന തുടങ്ങും. ഇങ്ങനെ രാത്രി വരെ പ്രാർത്ഥനയാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിത്തെ പ്രാർത്ഥന എനിക്ക് 8 മണി കഴിഞ്ഞ് ഉറക്കം വരില്ലോ. ആ ഉറങ്ങി ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ വലിയൊരു നിലവിളി കേട്ട്. എന്താ സാധനം വെച്ചാൽ ഈ ഓലപ്പരയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണ്. പാമ്പ് വീണപ്പോൾ പിള്ളേരൊക്കെ കൂടി അച്ഛൻ നിൽക്കണ ഭാഗത്തേക്ക് ഓടി. ഞാനും പാസ്റ്റിനും എന്ത് വിചാരിച്ചു ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പുറത്തേക്ക് ഞങ്ങൾ രണ്ടും പുറത്തേക്ക് ഓടി. ഇല്ല, അത് കഴിഞ്ഞ് പാമ്പിനൊക്കെ അച്ഛനെല്ലാവരും വിളിച്ച് വീണ്ടും അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അച്ഛൻ ഇതൊക്കെ ഇവർക്ക് ഭക്തിയായിട്ട് കണക്ട് ചെയ്യണമല്ലോ. കണ്ടോ ദൈവമക്കളെ, നിങ്ങളൊരു പ്രശ്നം വന്നപ്പോൾ ഓടി കയറിയത് എങ്ങോട്ടാ ആൾക്കാരേലും. അപ്പൊ ചെകുത്താൻ ബാധിച്ച 2 പുറത്തേക്ക് ഓടിയുണ്ട്. അങ്ങനെ ബാസ്റ്റിന് ഞാനും കുറേ പരിപാടികളിൽ സംയുക്ത സംരംഭങ്ങളുണ്ട് ഞങ്ങളുടെ. ഈ പള്ളി നിങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകുന്ന പരിപാടിയിലുണ്ടിരിക്കുന്നത് അമ്പലത്തില് കസിൻസ് കൂടി നമ്മൾക്കിപ്പോൾ ഇങ്ങനത്തെ ഇവന്റുകളുണ്ട്. ഇപ്പൊ പെരുന്നാള് നോമ്പൊക്കെ വന്ന എക്സ്ട്രാ ഇവന്റുകളുണ്ട്. അപ്പോൾ വെക്കേഷനും നോമ്പൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പള്ളിയിൽ പോകും. അവിടുത്തെ അമ്മ വീട്ടിലെ പള്ളിയായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പള്ളി ഭയങ്കര വലിയ പള്ളിയാണ്. ഒരു 2000 പേരൊക്കെ വരുന്ന വലിയ പള്ളി. അപ്പോൾ അവിടെ അങ്ങനെ വലിയ ട്രീറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് നോമ്പിന് കഞ്ഞി മാത്രമേ കൊടുക്കാറുള്ളൂ. അത് എല്ലാവർക്കും വലിയ ട്രീറ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇത്ര പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഞ്ഞി മാത്രമേ കാണത്തുള്ളൂ. ഞങ്ങളുടെ ഈ പള്ളിയിൽ പോകുമ്പോൾ അമ്മയുടെ വീട്ടിലെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിരിയാണിയൊക്കെ കിട്ടും. ഇപ്പോൾ രാത്രിയിലൊക്കെ ചില സമയത്ത് രാത്രി സ്പെഷ്യൽ പ്രയർ കഴിഞ്ഞ ബിരിയാണി കൊടുക്കത്തുള്ളൂ. ഏതാ രാത്രി 12 മണിയൊക്കെ ആവും. ഈ പൊടിപ്പിള്ള ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിരുന്ന് നിസ്കരിക്കാത്ത പ്രാർത്ഥിക്കുന്ന 12 മണി ആവണേ ഈയമായിരുന്നു നിർത്തണേ. അതായത് പ്രയർ ആണ്, അതിനൊരു കണക്കില്ല. അപ്പൊ ഉസ്താദിന്റെ ഇതനുസരിച്ച് എഴുതി വെച്ചിട്ടുള്ള സാധനം തീരെ ഇത് അതല്ലല്ലോ കയ്യിന്നിട്ട് എങ്ങനെയാണ് കളിക്കുക. ഉസ്താദ് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പ്രയർ. ഞാനിങ്ങനെ മനസ്സിൽ ബിരിയാണി 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 തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്. മൈര നിർത്താത്ത എന്താ. അപ്പൊ നിങ്ങൾ ആ പ്രായത്തിൽ ഞാൻ വിളിക്കും. ഞാൻ നേരത്തെ തന്നെ ഞാൻ 4 വയസ്സിൽ തെറി പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അപ്പനെ തെറി പറഞ്ഞാൽ തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ വിശപ്പിന് വേണ്ടിയല്ലേ വിളിച്ചൂടെ കഥയിൽ. അങ്ങനെ ബിരിയാണി വാങ്ങിക്കാൻ പള്ളിയിൽ പോകുന്നൊരു ഭയങ്കര നല്ല ഓർമ്മയായിരുന്നു. മാമന്റെ റൂമിലെ ടെറർ മാമന്റെ റൂമിൽ ഒരു പച്ച ഗുളിക. അപ്പൊ ഞാനും അബുവും ഞാൻ എൻ്റെ കസിനും ഇക്ക എല്ലാം. അപ്പൊ അത് എടുക്കരുത്, അതൊക്കെ അലമാര തുറക്കരുതെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുള്ളിയില്ലാത്ത അല്ല പുട്ടിനാര. അപ്പൊ നമ്മളെ എപ്പോഴും കൊതിയോടുകൂടി നമ്മളെ കാണുന്ന സാധനം അത് പച്ച കളറിൽ ഇങ്ങനെ തിളങ്ങുന്നൊരു ഗുളിക. അപ്പോൾ നമുക്കത് എടുക്കണം എന്നിട്ട് പുള്ളി അലമാര തുറക്കലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബു കുറച്ച് കുഞ്ഞാണല്ലോ. അപ്പോൾ അബു ഒരു ദിവസം പോയിട്ട് എടുത്ത് പൊട്ടിച്ച് വായിലിട്ട്. ഇത് വായിടുന്ന സെക്കൻഡ് ഒരു കുഴപ്പമൊന്നുമില്ല. ഇത്തിരി കഴിഞ്ഞത് പൊട്ടും. അത് പൊട്ടിയ ഗ്യാസാണ്. നമുക്ക് പ്രായമുള്ളവർക്ക് വലിയ പ്രശ്നമില്ല, ചെറിയ ഗ്യാസേ ഉള്ളൂ മിൻറ്റിൻ്റെ. പക്ഷെ അബു എലി കൊണ്ട് കുറേ കിടന്ന് ഓടി നടന്ന് ഒരു പുടിനാര കൊച്ചു പയ്യ എടുത്ത് കഴിച്ചിട്ട് 2 പള്ളി പോയപ്പോൾ ശരിയായി. ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മാമ്മ പലഹാരത്തിൻ്റെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. വെക്കേഷൻ ടൈമിൽ എല്ലാ കസിൻസും വരും. ആൻറ്റിമാരുടെ കെട്ടിച്ചു പോയ അമ്മ, അവർ 4 പെൺമക്കളാ. തന്നെയല്ലേ ഇനി പെണ്ണൊക്കെ എടുക്കണം. അപ്പോൾ അവരൊക്കെ 10 മക്കളാണ് അവർ. അതിലൊരു ആൻറ്റി മരിച്ചു പോയി കുറേ പണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വരും. ഇപ്പോൾ തറവാട്ടിലാണ് ഉള്ളത്. അപ്പോൾ അമ്മാമ്മ ഈ പറഞ്ഞ പോലെ
പലഹാരങ്ങൾ ഉണ്ടാക്കും. ചീട, കുഴലപ്പം, ഈ സാധനങ്ങൾ പിള്ളേർ പറഞ്ഞതിന് അവലോസുണ്ട, കടിച്ചാൽ പൊട്ടാത്തൊരു സാധനം. അത് കർണം പിടിച്ചു കഴിഞ്ഞാൽ 4 മണി വരെ തന്നെ ടേസ്റ്റൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഇതൊരു കഷ്ണം തിന്നാൻ പറ്റിയെന്ന് വിചാരിക്കും നമ്മൾ. ഇത് പൊട്ടില്ല. അത് അമ്മിയോണ്ട് ഇടിച്ച് പൊട്ടിച്ചാലേ പിന്നത്തെ ഭാഗം പൊട്ടുള്ളൂ. അതൊക്കെ ഇങ്ങനെ കടിച്ചു. അമ്മാവൻ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഭയങ്കര മോശം. നാരങ്ങടി അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അരിപ്പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. പക്ഷെ അത് ഭയങ്കര ഓർമ്മകളിലെ ഭയങ്കര സംഭവമാണ്. ആ പാത്രങ്ങള് എൻ്റെ ഒരു കാലഘട്ടം വരെ ഉള്ള ധാരണ, അന്ന് അനിസ്പ്രയുടെ ഒരു പാൽപ്പൊടിയുടെ ഒരു അനിസ്പ്രേ എന്ന് പറഞ്ഞ വെള്ളക്കുപ്പി ഉണ്ട്. ആ വെള്ളക്കുപ്പി ഈ അവരുടെ അവിടെയൊക്കെ അമ്മ ഉണ്ടായിരുന്ന വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുപ്പ് കത്തിക്കുന്ന അടുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കരി പിടിച്ചൊരു അടുക്കളയും അതിൻ്റെ ഒരു റാക്സ് സെക്ഷനിൽ അനിസ്പ്രയുടെ ഒരു കുപ്പി ഉണ്ട്. ആ കുപ്പിയിലാണ് കൽക്കണ്ട ഇരിക്കുന്നുണ്ട്. കൽക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ഒരു പീസൊക്കെ ഇടയ്ക്ക് തരും. അപ്പൊ എന്റെ ധാരണ ഈ അനിസ്പ്രേ എന്ന് പറയുന്ന സാധനം കൽക്കണ്ടത്തിന്റെ ബ്രാൻഡാണെന്നാണ്. ആ കുപ്പിയാണ് എന്റെ വിചാരം, അതിൽ കൽക്കണ്ടുള്ള കുപ്പിയാണെന്നാണ്. അങ്ങനത്തെ കുറെ ഓർമ്മകളുണ്ട്. അരിപ്പെട്ടി ഇപ്പൊ ഉണ്ട് വെള്ള കളറിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഷേപ്പ് അടിപൊളി ബ്രാൻഡായിരുന്നു. ചിലപ്പോ നമ്മുടെ കുഞ്ഞായിട്ട് തോന്നുന്നതായിരിക്കും അടിപൊളി സാധനം. പിന്നെ അമ്മയുടെ അപ്പനൊക്കെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഞാൻ തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പന്റെ സൈഡിൽ എനിക്ക് അപ്പാപ്പനെയും അമ്മാമേനെയും കാണാൻ പറ്റിയില്ല. അവരൊക്കെ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ അമ്മയുടെ സൈഡിൽ ഫുഡിന്റെ കാര്യം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പറ്റും. അവിടെ ഫുഡിന്റെ ഈ കേന്ദ്രം വരാൻ കാരണം അവിടെ ഹോട്ടലുണ്ട്. അതായത് അമ്മയുടെ അപ്പന് ഹോട്ടലാണ് അവിടെ മാന്നാർ ജംഗ്ഷൻ, പരിമല ജംഗ്ഷനിൽ ഒരു ചായക്കട ഹോട്ടൽ, അന്നത്തെ ലെവൽ ചായക്കടയാണ്. അപ്പോൾ അവിടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എന്തായാലും എക്സസ്. അപ്പോൾ എത്ര പിള്ളേർ വന്നാലും ഇവിടെ സെർവ് ചെയ്യാൻ കുട്ടികൾ ഇവിടെ എത്ര വന്നാലും പ്രശ്നമില്ല. ഭക്ഷണം ഈ ഒരു കുറവ് അവിടെ വരത്തേയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നെയ്യപ്പം അവിടുത്തെ മറ്റേ സീനില്ലേ, മറ്റേ ജഗതി മറ്റേ കടയുടെ ബാക്കി പോയിട്ട് ഇന്ന് അനീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പുട്ടെടുത്ത് പിഴിയും. പഴയ സാധനങ്ങൾ കളയിലടേ. അല്ല, അവിടെ പഴയ സാധനങ്ങൾ അവിടുത്തെ സ്നാക്സ് ഒക്കെ നമ്മൾ പോയി തീർക്കാറുണ്ട്. അതായത് അതിന്റെ ഡേറ്റ് കഴിയുമല്ലോ. അതായത് ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി. ഇപ്പൊ നമ്മളതിങ്ങനെ കഴിച്ച് തീർക്കാറുണ്ട്. പരിപ്പുവട, സുഖിയൻ, നെയ്യപ്പം. ഞാൻ അമ്മയുടെ നെയ്യപ്പം ബെസ്റ്റ്. ഞാൻ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും പരിപ്പടയിലവിടെ എക്സ്പയർ ചെയ്യുന്നതാണ്. ഞാൻ അത്രയും ടേസ്റ്റുള്ള നെയ്യ് വേറെ ഒന്നും കഴിച്ചില്ല. പുള്ളിക്കാരി അത് അടിപൊളിയായിട്ട് ഉണ്ടാകും. ഇപ്പോഴും ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വന്ന് പുള്ളിക്കാരി പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. മാവന്മാരൊക്കെ അടിപൊളി നെയ്യപ്പം സൂപ്പറായിട്ട്. അത് ഭയങ്കര പുള്ളിക്കാരിക്ക് ഇപ്പോഴും ആൾക്കാര് ഇന്ന് ഈ എപ്പിസോഡ് പുള്ളിക്കാരി കമന്റ് ഇടുമല്ലേ, ഞാനാണ് അനീസ് പറഞ്ഞത്, പക്ഷെ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട് എന്റെ കണ്ടിപ്പോ വയ്യ. അല്ല, ഇപ്പോഴും ഉണ്ടാക്കി തരും. നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്തേക്ക് എടുത്ത് വെച്ച് നമുക്ക് തരും. അത് അടിപൊളിയായിരുന്നു. ഈ നവംബർ വെക്കേഷൻ അല്ലാതെ നമ്മൾ പിന്നെ അമ്മയുടെ വീട്ടിൽ പോകുന്ന സമയം നവംബർ 1 പരിമല പെരുന്നാൾ. പരിമല പള്ളിയുടെ തൊട്ട് താഴെയാണ്, ഈ ജംഗ്ഷനിലാണ് വീടും കടയും ഒക്കെ. അപ്പൊ ആ സമയത്ത് ഈ ഹോട്ടലില് സാധാരണ മെനുവിനൊക്കെ കൂടുതൽ സ്പെഷ്യൽ മെനുസ് വരും. പൊറോട്ട, ബീഫ് കറി, മിൽക്ക് ബണ്ണ്, അങ്ങനെ നമ്മൾ നോർമലി ഇല്ലാത്ത മെനു ഇല്ലാത്ത കുറെ സാധനങ്ങൾ അന്ന് ആഡ് ചെയ്യും. ഇപ്പൊ ഈ ഒക്ടോബർ 30, നവംബർ 1, 2, നവംബർ 3 നമ്മൾ 4 ദിവസം അവിടെ. ഈ 4 ദിവസം കൊണ്ട് ഈ സാധനങ്ങൾ കയറി ഇറങ്ങി. അത് ഭയങ്കര കിടിലൻ ഓർമ്മയായിരുന്നു. പരിമല പെരുന്നാൾ ഭയങ്കര ആളും ബഹളവും. ആരും പരിമല വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ വൈകുന്നേരം മാമൻ കൊണ്ടുപോകും. നമ്മളെ ഒത്തിരി നിരത്തി വെച്ചേക്കുന്ന പല ടൈപ്പ് ഓഫ് കളിപ്പാട്ടങ്ങളും പിന്നെ മേക്കപ്പ് സാധനങ്ങളും അക്കച്ചിയും കൊണ്ടാണല്ലോ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറങ്ങുന്ന ഒരു ജീപ്പ് വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ അമ്മ ബലൂൺ എന്ന് പറയും. മറ്റേ അകത്ത് കടുവൊക്കെ ഇട്ട് ബലൂൺ ഉണ്ടല്ലോ, തട്ടിൽ സൗണ്ട് വെക്കുന്ന ബലൂൺ, അമ്മ ബലൂൺ എന്നതിന് പറയുന്നത്. അത് പിന്നെ മറ്റേ പൊട്ടാസിറ്റ് തോക്ക്, പിന്നെ ക്യാപ്പിട്ട് വെടിവെക്കുന്ന തോക്ക്. 2 ടൈപ്പ് തോക്കുണ്ട്. പൊട്ടാസിറ്റ് വെക്കുന്ന ഇരുമ്പ് തോക്കും, ക്യാപ്പിട്ട് വെടിവെക്കുന്നത് ക്യാപ്പ് തെറിച്ചു. ഞാൻ ഈ പൊട്ടാസിന് ക്യാപ്പ് അല്ല, പൊട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ അതും. പിന്നെ അത് റോള് വെച്ച അത് പൊട്ടാസ് റോള് വെച്ച് റോളൊക്കെ പിന്നെ വന്ന ആദ്യം ഒരു പൊട്ട് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പിന്നെ അടുത്തേക്ക് പിന്നെ അത് റോള് വെച്ച് പൊട്ടിക്കുന്നത്. റോളിങ്ങനെ തന്നെ കയറി എന്തൊക്കെ വലിയ അടിപൊളി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിർത്താൻ വേണ്ടി. പിന്നെ ഒരുപാട് നാൾ കൂടിയിട്ട് ഈ റീസെന്റ് എല്ലാവരും കല്യാണം കഴിച്ചു. കസിൻസ് പലരും കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് അവരുടെ പിള്ളേരെയും പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി നടന്നായിരുന്നു. പരിമല പെരുന്നാൾ ഭയങ്കര വലിയൊരു ഓർമ്മയാണ്. ഞാൻ വീട്ടില് ബുദ്ധിമുട്ട് മനസ്സിലാക്കി വളരെ ചെറുപ്പത്തില്
കളിപ്പാട്ടങ്ങൾ വേണ്ടെന്ന് പറയുമായിരുന്നു. കടയിലൊക്കെ പോയാ ഞാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അവിടെ നോക്കൂല കേട്ടോ. അച്ഛാ എനിക്ക് ഈ ബലൂൺ വേണ്ട അല്ല അങ്ങനല്ല ശരിക്കും പക്ഷെ ചിലപ്പോഴൊക്കെ പക്ഷെ അച്ഛൻ നമ്മളെ ഞെട്ടിച്ചോണ്ട് നമുക്കറിയാം പൈസ കാണൂല, അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് നോക്കി നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും, മൈറ്റ് അത് നടന്നേക്കാം, അങ്ങനെയൊക്കെ നടക്കും. ശരിക്കും ഭയങ്കര പാടാണ് ആ പ്രായത്തിൽ അങ്ങനെ നടക്കുന്നത്. ഭയങ്കര പ്രശ്നമല്ല, ഭയങ്കര പ്രശ്നമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അച്ഛൻ ചിലപ്പോ ഇങ്ങോട്ടൊക്കെ ചോദിക്കും എന്തെങ്കിലും വേണമെന്നൊക്കെ, അപ്പൊ നമ്മളിങ്ങനെ വേണ്ട അങ്ങനെ ഇല്ല എന്തെങ്കിലും ഒരെണ്ണം മേടിച്ചോ കുഴപ്പമില്ലെന്ന്. അപ്പൊ ചേർത്ത് ഇവിടുത്തെ കാശ് വന്നിട്ടുണ്ടല്ലോ പൈസ ഉണ്ടോ അങ്ങനെയൊക്കെ പോയിട്ട് അത് ഭയങ്കര പിള്ളേരത് ചോദിക്കണം, ഭയങ്കര ഇതല്ലേ പൈസ ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ എന്റെ വലിയ ആഗ്രഹം വലുതായിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് കുറെ കളിപ്പാട്ടം മേടിക്കണം. അതിനാണ് ഞാൻ കളിപ്പാട്ടം മേടിക്കുന്നത്, മനസ്സിലായോ? ചൈൽഡ്ഹുഡ്. ഞാൻ വിചാരിച്ചിരുന്ന വലുതാകുമ്പോ പൈസ വാങ്ങിക്കുമ്പോ പാൽപ്പൊടി വാങ്ങിക്കണം, പുളി വാങ്ങിക്കണം, ഇതൊന്നും നമുക്ക് തരാത്തിരുന്നത്. കാശുണ്ടാക്കി ഇതൊക്കെ വാങ്ങിക്കണം. എനിക്ക് പെപ്സി കുടിക്കാൻ തരില്ലായിരുന്നു. വലിയൊരു കുപ്പി പെപ്സി കഴിച്ചിട്ട് ഇപ്പൊ അത് അനുസരിച്ച് കുടിക്കുന്നുണ്ട് മനുഷ്യൻ. നമ്മുടെ ഞാൻ ഫസ്റ്റ് ലൈവ് ചെയ്ത എൻ്റെ കസിൻസിൻ്റെ ഒരുമിച്ച് നമ്മൾ തുണ്ടുകഥ എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്തതാണ്. ശരിക്കും ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഓർമ്മകളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഞങ്ങൾ ഈ ഓട്ടവും ബഹളവും പറമ്പിൻ്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ടി വി കാണുന്നത് അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ്. BPL ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. അത് ഭയങ്കര സംഭവമായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടിലും BPL മാത്രമുള്ളതെന്ന് എനിക്ക് BPL ഒനിഡ പിന്നത്തൊക്കെ ലോക്കൽ ടെലിസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കണ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ടെലിവിഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ പ്രായമായി. അപ്പോൾ വേറെ കേബിൾ പോലെ സാധനത്തിൻ്റെ വല്ലപ്പോഴും ചെറിയ പ്രോഗ്രാംസ് ഒക്കെ കിട്ടത്തുള്ളൂ. വെള്ളിയാഴ്ചത്തെ ഹിന്ദി സിനിമ ഇതൊക്കെ ഒരുമിച്ച് നിന്ന് വല്ലപ്പോഴും കാണുന്ന പരിപാടിയിൽ വെള്ളി ശനി ഹിന്ദി സിനിമ കിട്ടും, ഞായറാഴ്ച വൈകിട്ടത്തെ മലയാള സിനിമ. കസിൻസ് എല്ലാം ഒന്നിച്ചിരുന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൂരദർശനിൽ നിന്ന് ഒരു ദിവസം പതുക്കെ ഈ TV അപ്ഗ്രേഡ് ആയി, കുറേ നാൾ കഴിഞ്ഞ് കളറായി, കേബിളായി. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കളിയുടെ പുറത്തിറങ്ങി ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആവേശത്തിൽ വരും. കാരണം കൂടുതൽ സമയം TV സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ശനിയാഴ്ച രാത്രി ആദ്യമായിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഇരുന്ന് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യ TVക്കകത്തൊരു ഗംഭീര സിനിമയുടെ മ്യൂസിക് പോകുന്നു. എല്ലാവരും ഇന്ന് ആക്ഷൻ പടം, നമുക്ക് അന്ന് അത്രേ ഉള്ളൂ. എല്ലാവർക്കും അടിപ്പടം കാണാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ ടൈറ്റിൽ പോയിക്കൊണ്ടിരിക്കും, എന്തടിയാന്ന് നമുക്കറിയത്തില്ല. നല്ല ത്രില്ലർ പടത്തിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുണ്ട്, കസിൻ ചേച്ചി, എല്ലാത്തിനും നേതൃത്വം പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി ലീഡർ. അത്രയും ഒരു 8 പയ്യന്മാരുടെ മുകളിലാണ് പുള്ളിക്കാരി. അത്രയും എല്ലാത്തിനും ലീഡ് ചെയ്യുന്ന പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ചാനൽ മാറ്റി സൂര്യ TV കാണാൻ തീരുമാനിക്കുന്ന നമ്മളാണ്. എല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. പടം തുടങ്ങിയപ്പോൾ ആക്ഷൻ പടം എന്ന് വിചാരിച്ച് ഒരു പെങ്കൊച്ച് ഓടുന്നു, ചേസ് ചെയ്യുന്നു. പെങ്കൊച്ച് ഓടി രക്ഷപ്പെട്ട് ഹോസ്റ്റലിൽ വന്ന് അകത്ത് കയറി കഥ കടച്ച് ബാത്റൂമിൽ കയറിയിട്ട് ഉടുപ്പം കൊണ്ട് ഊരുകയും ചേച്ചി ഒരു നിലവിളിയും കൂടെ. അപ്പോഴത്തേക്ക് ചാനൽ മാറ്റി എല്ലാവരും കൂടെ ബഹളം വെച്ച് ചാനൽ ഇപ്പൊ ചിരിയാങ്ങ്, എല്ലാവരും ചിരിയാ വെക്കണം. അപ്പൊ മറ്റേ എന്റെ ചങ്ക് കസി വെക്കേ അത് വെക്കുന്ന അപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഷക്കീലപ്പടം ഏതാ പാവം, ഷക്കീലയുടെ തലയില അതും തുണ്ടുപടം എല്ലാം ഷക്കീലയുടെ പേരിലാണ്. ഷക്കീലപ്പടം എന്ന് പറഞ്ഞ് രാവിലെ എനിക്കറിയത്തില്ലേ അത് സിന്ധുവാ. ഷക്കീലപ്പടം കുറച്ച് കഴിയുമ്പോൾ ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അവിടെ ഔട്ടാക്കി. അവര് ഈ ഗ്രൂപ്പില് അല്ല, ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാന് മറ്റേ പറങ്കിമാവ് കയറാനൊക്കെ ചേച്ചി വരുമായിരുന്നു. ഞങ്ങൾ വീടിന്റെ കോമ്പൗണ്ടിലൊരു പറങ്കിമാവ് കശിമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കയറാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ എല്ലാം ചേച്ചി ഉണ്ടായിരുന്നു ഒരു സമയം വരെ. പിന്നെ ചേച്ചി വലുതായി എന്ന് കണ്ടപ്പോൾ അവർ പതുക്കെ ചേച്ചിയെ വിടാതെ. ചേച്ചിക്ക് ഞങ്ങളുടെ പുറത്ത് വരണം കറങ്ങണമൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ വിടത്തില്ല. ഓർത്തഡോക്സ് ഫാമിലി ചേച്ചി അകത്ത് വരും, ഞങ്ങൾ നല്ല ബോണ്ടുള്ള കസിൻസ് ഉണ്ട് കേട്ടോ. എനിക്കത് വലിയ ഇതല്ല തന്നെ, ഞാൻ പറഞ്ഞില്ല നമ്മൾ അടുത്തല്ല, കുറച്ച് എല്ലാവരും തമ്മിൽ നല്ല ദൂരമുണ്ട്. പക്ഷെ വീടിനടുത്ത് 2 വീടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നാൾ വരെ കസിൻ, നിങ്ങൾക്ക് അറിയാലോ, അവിടെ കുറച്ച് കസിൻസ് ഉള്ളായിരുന്നു, അതും പിള്ളേരായിരുന്നു. പക്ഷെ അല്ലാതെ വേറെ ഈ പറഞ്ഞ വല്ലപ്പോഴേ കാണത്തുള്ളൂ. പക്ഷെ നല്ല അച്ഛൻ്റെ വീട്ടിലെ കസിൻസ് ഒക്കെ ആയിട്ട് നല്ല കൊണ്ട് ചേട്ടന്മാർ എല്ലാവരുമായിട്ടും ഭയങ്കര. എൻ്റെ ഒരു ചേട്ടൻ എന്നെ കൊച്ചിലെ ഭയങ്കരമായിട്ട് പുള്ളി എന്തിനും അത്ര ആ സമയത്ത് സ്നേഹിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിയാണ് എന്നെ കുറച്ചൊക്കെ നമ്മൾ ആദ്യമായിട്ട് ബൈക്ക് കയറ്റി കറങ്ങാൻ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് പേസ്ട്രി ഒക്കെ മേടിച്ചു തരുന്ന പുള്ളിയാണ്. ഞാൻ ഇങ്ങനൊരു സാധനം ഉണ്ട്, നമ്മൾ പ്ലം കേക്കൊക്കെ ക്രീം കേക്ക് നമ്മുടെ മറ്റേ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. പേസ്ട്രി ഒക്കെ കഴിച്ചിട്ട് കിളി പോയിരിക്കും, അത് ചോക്ലേറ്റ് ഒക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഇതുപോലെ മറ്റേ ഷെയ്ക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളൊരു കാര്യം ലോകത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചേച്ചിയുടെ
അടുത്ത് പറയൂലേ, ചേച്ചിയുടെ അടുത്ത് വന്ന് പറയില്ലേ ഞാനിങ്ങനെ കഴിച്ചു. ചേച്ചിയുടെ അടുത്ത് അത് ചേട്ടൻ പറയും, ചേട്ടൻ ആ ലിമിറ്റേഷൻ ഉള്ളു, ചേച്ചി എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ചിലപ്പം രണ്ടുപേരെ വെച്ച് ബൈക്കിലൊക്കെ പോകുന്ന റിസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് മാത്രമേ ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചേച്ചിയോട് മാക്സിമം ചേട്ടനും പറയരുതെന്ന് പറയും. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ചേച്ചിയോട് ഞാൻ പറയത്തില്ല വിഷമാവും ഓർത്തിട്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞെന്തെങ്കിലും ഉടക്കാൻ ഞാൻ പറയും, നിന്നെ പറയാതെ വെച്ചോ ഞാൻ മണ്ണച്ചാനായിട്ട് പേടി ഞാൻ കഴിച്ചിട്ട് നീ പേസ്ട്രി ഇട്ടുണ്ടോ പേസ്ട്രി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചേട്ടനും അപ്പച്ചിയും കൂടെ വീട്ടിൽ വരും. അപ്പം ഇതുപോലെ ചേട്ടൻ നമ്മളോട് പറയും, മറ്റേ നമുക്ക് വൈകിട്ട് പോകാം, നമുക്ക് അവിടെ പോയി നിൽക്കാം, ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീട്ടിൽ പോയി നിൽക്കാം, നമുക്ക് വൈകിട്ട് പടത്തിന് വന്നൊക്കെ വരാം. ഭയങ്കര എക്സൈറ്റിംഗ് പ്ലാൻസ് ചേട്ടൻ പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ചാള്. അപ്പം ഞാനിങ്ങനെ അച്ഛനോട് ചോദിക്കണം, ബുദ്ധിമുട്ടാ അച്ഛനോട്. ഈ പറഞ്ഞ നമ്മളെവിടെയും ഈ കസിൻസിൻ്റെ വീട്ടിൽ വിടും, ഭയങ്കര റെയറായിട്ട് പോകാറുള്ളൂ. ഞാനും പോകാത്തത് അച്ഛനും അമ്മയ്ക്കും വിഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം എനിക്കും തോന്നും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വേറെ പുറത്ത് പോയി നമ്മൾ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്ത് ആ ഒരു സാധനം വെറുതെ മനസ്സിൽ കിടക്കും. അപ്പം പക്ഷെ എന്തായാലും എനിക്ക് പോകണമെന്നുണ്ട്, കാരണം ചേട്ടനായിട്ടുള്ള ഈ കമ്പനി എനിക്ക് ഇഷ്ടമാണ്. ബൈക്കിലൊക്കെ പോകാൻ രസമാണല്ലോ. രാത്രിയിലൊക്കെ പോയി ചങ്ങനാശ്ശേരിയിലൊക്കെ രാത്രിയിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ രാത്രി ടൗണിൽ കൂടെ രാത്രി പോകുന്ന ആ ഒരു വൈബൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ചേട്ടൻ അനിയനുണ്ട്. അനിയൻ കുറച്ച് തലതെറിച്ച് നടക്കുമായിരുന്നു ആ സമയത്ത്. ഭയങ്കര ഫ്രീക്കൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കണം. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കണമെന്ന് തോന്നുന്നില്ല, അതോ ഏകദേശം ഏതായാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇഷ്ടമല്ലാത്ത, പക്ഷെ കോളേജിലൊക്കെ സ്റ്റാറായിട്ടുള്ള അങ്ങനത്തെ ഒരു വൈബില്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ രാത്രി സിനിമയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം വഴിയിൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി വെറുതെ കുറേമാർ കൂടി നിൽക്കണം കൂട്ടത്തിൽ ഈ ചേട്ടൻ കാണും. അപ്പം നമ്മൾ വഴി വെച്ച് കാണും, ഇവനെ നീ എപ്പോൾ കൊണ്ടുവന്നു ചോദിക്കും. പക്ഷെ ആ ചേട്ടനോട് വലിയ കാര്യമില്ല. പക്ഷെ എനിക്ക് രസമാണ്, നമ്മൾ മറ്റേ പുറത്ത് വെച്ച് കാണുന്നതൊക്കെ വൈബാണല്ലോ. പുള്ളി വീട്ടിൽ കാണാറില്ല, അങ്ങനെ റോട്ടി വെച്ചാൽ കാണുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് എടുക്കും. അങ്ങനെ നമ്മൾ കുറേ പടം കണ്ടിട്ടുണ്ട്. വെറുതെ ഒരു ഭാര്യയൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. എനിക്ക് വെറുതെ ഒരു ഭാര്യയുടെ BGM ഒക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. അതാ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള മൊമെൻ്റാണ്. അത് ഇച്ചിരി ട്രാജഡി ഒക്കെ കഴിഞ്ഞാൽ എൻഡിൽ ഭയങ്കര ഹാപ്പി എൻഡിങ്ങിൽ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എനിക്കത് എൻ്റെയും കൂടെ പേഴ്സണൽ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഫീലാണെന്തോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിരുന്ന് കേൾക്കും, ആ ഒരു മെമ്മറി കിട്ടും ഭയങ്കര. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനാണ് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ 7 പഠിക്കുമ്പോൾ ഈ ബൈക്ക് ഓടിക്കാൻ അറിയായിരുന്നു. അപ്പം ചേട്ടനൊരു ഭയങ്കര തല്ലിപ്പൊളിഞ്ഞൊരു സ്പ്ലെൻഡർ ഉണ്ട്. പുള്ളി അത് മറ്റേ മൊത്തം ഡീറ്റെയിൽസ് 15 വർഷം കഴിഞ്ഞ വണ്ടിയാ പുള്ളിക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പം വലിയ ഇതില്ല, മൊത്തത്തിൽ ഇത് പിടിച്ചാൽ കൊടുത്തേക്കാന്നുള്ള മൂടാ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൽ 3 ഇൻഡിക്കേറ്റർ ഇല്ലായിരുന്നു വണ്ടിക്ക്, ഒറ്റ ഇൻഡിക്കേറ്റർ ഉള്ളൂ, ബാക്കിൽ ഒരെണ്ണം. അത് നമ്മുടെ വേറൊരു. അപ്പം ഞാൻ 7 പഠിക്കുന്ന എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം. ചേട്ടൻ എന്നെ ഫ്രണ്ടിൽ ഇരുത്തുമായിരുന്നു, എന്നിട്ട് ഹാൻഡിൽ തരും. അപ്പം എന്നിട്ട് പറഞ്ഞു തരും, കാലും എത്തും, താഴെ കുത്തെത്തത്തില്ല, മറ്റേ ലിവറിലെത്തും. അപ്പം ഇങ്ങനെ പറഞ്ഞു തരും, ഡൗൺ ചെയ്തു അപ്പ് ചെയ്തു, ഡൗൺ ചെയ്തു അപ്പ് ചെയ്തു എന്ന് കറക്റ്റായിട്ട് അല്ലാതെ എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ സൈക്കിളൊക്കെ ഓടിക്കുന്ന ആ സാധനം പരിപാടി കിട്ടി, അത് ശീലമായി. പിന്നെ എനിക്ക് തന്നെ ബൈക്ക് ഒന്ന് വിടുമായിരുന്നു. തന്നെ ബൈക്കിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ പോയിട്ട് ഇപ്പുറത്തോട്ട് വരും, അങ്ങനെ തന്നെ വിടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കണം, BCom പഠിക്കണം ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര, കാരണം നമ്മൾ തമ്മിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ആ സാധനം നടക്കുന്നത്. ഇപ്പുറത്തെ ആ ചേട്ടൻ നടന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ബൈക്ക് ഓടിക്കുക. അപ്പം ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിങ്ങനെ 7 പഠിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സുഖമാണ്. ഞാൻ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ബൈക്ക് ഓടിച്ചോണ്ട് പോകുമായിരുന്നു, ചുമ്മാ ഷോ അടിക്കാനൊക്കെ. 7 പഠിക്കുമ്പോൾ കണ്ടാൽ പൊക്കിക്കൊണ്ട് പോകും. പക്ഷെ അങ്ങനത്തെ കുറെ നല്ല മെമ്മറി ആ ചേട്ടൻ കാരണമുണ്ട്. ആ ചേട്ടൻ്റെ മോനാണ് ഞാൻ പറഞ്ഞ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചില്ല് ചെയ്യുന്ന അവനായിട്ടാണ്. അവനെ കൊണ്ട് സിനിമയ്ക്ക് പോകും, ഇതുപോലെ തന്നെ കടയിൽ കയറി അവനെന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചെടുക്കും. അവന് എന്നെ കുറച്ച് മുതലെടുക്കാറുണ്ട്. നമ്മൾ ഭയങ്കര ഫണ്ണാണ്. നമ്മളൊരുമിച്ചവിടെ പോയി ബാഡ് ബോയ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര വൈബാണ്. ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് എന്തോ ഒരു പോയിന്റ് പറഞ്ഞു. ഇനിയിപ്പോ ഇത് എഡിറ്റിലിരിക്കുമ്പോൾ ഓർമ്മ വരും. എന്റെ അപ്പൻ്റെ അവിടെയുള്ള ചേട്ടന്മാരെന്നൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് പോയിന്റ്. ഞാൻ പറഞ്ഞ ഇതുപോലെ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ബോണ്ടായി, ചേട്ടന്മാരെല്ലാവരുമായിട്ടും ഭയങ്കര സെറ്റാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ട്രോളും. ചിലപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മളെല്ലാവരും അടിയും. ഭയങ്കര വൈബാണ്. ആ ഒരു സാധനമൊക്കെ ഭയങ്കര കിടിലമാണ് അവിടെ. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വല്ലപ്പോഴും ഉള്ള സാധനം. ഇപ്പം സിക്ക നേരത്തെ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ ഒരു പ്രായം കഴിയുമ്പോൾ. പക്ഷെ എൻ്റെ കൂട്ടുകാരുണ്ട് ബിജി എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു
കസിൻസിൻ്റെ സർക്കിൾ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. അത് ഭയങ്കര ഒരു 4 ആണുങ്ങളും 3 പെണ്ണുങ്ങളും എന്തോ സംതിങ് ഉണ്ട്. ഇവരെല്ലാവരും ഒരു 22 25 ഇടയിലുള്ള എല്ലാവരും അവർ ആ പണ്ട് തൊട്ടുള്ള വൈബാണ്. അവരിപ്പോഴും ഒരുമിച്ച് ഭയങ്കര റിച്ചാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും കാറൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. അവർ ഈയിടെ ഞാൻ നോക്കുമ്പോൾ എന്തോ കസ്കോഡ് എന്നൊക്കെ പറഞ്ഞ് കസിൻ കോഡ് ആ ഒരു സാധനത്തിലൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ വെറുതെ നമുക്കറിയാം ഇത് വെറുതെ റീച്ച് ആവാനോ അല്ല ഒന്നിനും അല്ല, അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി അവർ പോടെ റീൽസൊക്കെ എടുത്ത് അവർ മാത്രമുള്ളൊരു ഗ്രൂപ്പും പേജും പരിപാടിയും അവർ റീൽസൊക്കെ ഇടും. അവരുടെ ഗ്രൂപ്പും പരിപാടിയൊക്കെ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അപ്പം അങ്ങനെ ഭയങ്കര കിടലായിട്ട് എൻജോയ് ചെയ്യണ കസിൻസിൻ്റെ സെറ്റൊക്കെ ഉണ്ട്. ഇതിനകത്ത് കാശിനൊരു വലിയ റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രായത്തിൽ ഇല്ലാഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വേറെ വൈബായിരുന്നു. നീയൊന്നും പറഞ്ഞില്ല, സമയം കൊടുക്കല്ലാരും. ദാരിദ്ര്യത്തിന്റെ ഇടയ്ക്ക് എന്റെ കഥകൾ എങ്ങനെ പറയുന്നത് നിനക്ക് കുറച്ച് ടെറർ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ടെറർ സാധനങ്ങള് കസിൻസിന്റെ ഇടയില് ദീപിന്റെ ഒരു NRI കഥകൾ അവസരം കൊടുക്കും. NRI എന്റെ ഒരു കസിൻ ഇപ്പൊ നമ്മളെ വല്ലാണ്ട് വളർന്നോണ്ടേ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഫാൻസ് ഒക്കെയാ. ഇനി ഞങ്ങളുടെ ദീപക്ജിയെ കൊണ്ട് മിണ്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ അടുത്ത വെയിറ്റ് എടുക്കും. അനീസൊക്കെ ആരോഗ്യമന്ത്രിയാക്കണം. എൻ്റെ ഒരു കസിൻ മുംബൈയിലാണ് വളർന്നത്. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ ഞാനും ചേച്ചിയും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമുണ്ട്. ഇവൻ അതിന്റെ നടുക്ക് വരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കസിൻസുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിൽ ഒരു ഫാക്ടർ ഏജിന്റെ സാധനമാണ്. കാരണം എൻ്റെ അച്ഛന്റെ കസിന്റെ സൈഡ്സിലുള്ള കസിൻസ് കുറച്ചുകൂടെ മൂത്തവരാണ്. ഇത് കറക്റ്റ് നമ്മുടെ പ്രായം തന്നെ, സെയിം ഏജ് തന്നെയാണ്. അപ്പൊ ഇവ മുംബൈയിലാണ്. കഴിഞ്ഞ ദിവസം മറ്റേ പരിപാടിക്ക് വന്നില്ലേ, എന്റെ പരിപാടിക്ക് റെക്കോർഡിംഗ് ഷോയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ അവൻ ഈ മുംബൈന്ന് വന്നോണ്ട് അവന്റെ ചെറിയ ബ്രീഫ് എടുക്കുക. ദീപക്ജിയുടെ മറ്റേ കോൾ ഓഫ് ചെയ്ത കല്യാണത്തിന് വിളിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് തിരക്കുള്ള ടൈറ്റ് സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഭയങ്കര പ്രൈസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ എന്റെ കല്യാണം ആദ്യം ജാനുവരിയിൽ ഫിക്സ് ആയപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞ് ഇവൻ അപ്പം തന്നെ കാശ് ലാഭിക്കാൻ വേണ്ടി നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് കല്യാണം കോൾ ഓഫ് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു കുറച്ച് സമയം നീ എന്തേലും ചെയ്ത് വേറെ ആളുടെ സെറ്റ് ചെയ്യാൻ സ്വന്തം പൈസ ലാഭിക്കാൻ വേണ്ടി. എന്നിട്ട് ആ സെപ്റ്റംബറിൽ വന്നപ്പം ഇവന്റെ മോള് ഇപ്പൊ ജനിച്ചിപ്പോ 1 വർഷം ബർത്ത്ഡേ അല്ലേ, ആ മോളുടെ 6 മാസത്തെ ഫംഗ്ഷൻ എന്തോ നടത്തി. അപ്പൊ മുതലാക്കി. അപ്പൊ ഇവനാണ് എനിക്ക് ഈ തുണ്ടൊക്കെ ആദ്യം പറഞ്ഞു തരുന്നത്. കാരണം അവൻ കുറച്ച് പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവന് മുംബൈ എക്സ്പോഷർ ഉണ്ടല്ലോ അവന്. ഹരി ബേബി അപ്പൊ ഹരി ബേബി എന്നാണ് എന്നെ കസിൻസിന്റെ ഇടയ്ക്ക് വിളിക്കണം. നിന്നെ വിളിക്കുന്നത് എന്നെ ബേബി. കാരണം എന്റെ ഹരിയാണ് എന്നെ വീട്ടിൽ വിളിക്കണം. ദീപക്ജിയുടെ യഥാർത്ഥ പേര് പുറത്തു വന്നു ഹരി അല്ല, വീട്ടില് എന്റെ അത് ഞങ്ങൾക്ക് ഇനി കുഴപ്പമില്ല, ഞങ്ങൾ ഹരിനെ വിളിക്കുന്നു. ഞാനും എന്റെ ചേച്ചി ഈ ഒരു ഡാൻസ് സ്കൂളിൽ പോവായിരുന്നു. അത് ഈ സ്പോട്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി ഡാൻസ് സ്കൂളിൽ പോയിരിക്കുകയാണ്. അച്ഛനും അമ്മയും ചേച്ചിനെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കാറിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ആദ്യം കസിൻ ഇങ്ങനെ പറഞ്ഞത്, ഈ ലോകം നമ്മൾ വിചാരിക്കണ പോലെ നീ എങ്ങനെയാണ് ഉണ്ടായെന്നറിയോ, ഒരാണും പെണ്ണും തുണിയില്ലാതെ ഇങ്ങനെ സത്യം അങ്ങനെ ചെയ്യുമോ, അങ്ങനത്തെ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ആദ്യം മനസ്സിലാവുന്നതും ഈ കസിനാണ്. ഇൻസൈറ്റ് തന്ന ആ ഒരു ലോകത്തിലോട്ട് എന്നെ വിളിച്ചു വെച്ചത്. അതെ, ഇൻട്രൊഡക്ഷൻ തന്ന ഈ ഒരു കസിനാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് എന്നിട്ട് എന്റെ വേറൊരു കസിൻ ശരിക്കും ഇപ്പൊ നോട്ടി അമേരിക്കയിലല്ലേ പുള്ളി? പുള്ളി ഇപ്പൊ അമേരിക്കയിലാണ്. നോട്ടി അമേരിക്കയിലാണ് പുള്ളി. ഇത് പുള്ളി പറഞ്ഞോ പുള്ളിക്ക് മുംബൈയിലുള്ള വിവരം ഉണ്ടല്ലോ. പുള്ളി അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് എക്സ്പോഷർ, അതിന് നമ്മൾ അങ്ങനെ വേണം പറയാം. അതെ, 8ാം ക്ലാസ്സിൽ കൊച്ചിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാണെങ്കിൽ ഈ നമ്മൾ ഈ കോളേജിലൊക്കെ ഫാന്റസി ചെയ്യുന്ന സാധനം അവര് മുംബൈയിലെ സ്കൂളിൽ തന്നെ പുള്ളി തള്ളിയതാണോ എന്ന് പറഞ്ഞാൽ സത്യം കാറിനകത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം. ആ പുള്ളിയാണ് ഇതൊരു ലീഡ്
നമുക്കൊരു റോൾ മോഡലായിട്ട് ഇതിൽ വരുന്ന. പിന്നെ എനിക്ക് വേറൊരു കസിൻ ഉണ്ട്. ആ കസിൻ എനിക്ക് തന്നെ 4-5 വയസ്സ് എത്തിയത്. ആ പുള്ളിയാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളം അടിക്കുന്ന. ആ പുള്ളിയായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ, ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വെക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയായിരുന്നു. ബാംഗ്ലൂർ പോയപ്പോൾ പുള്ളി അവിടെ ക്രൈസ്റ്റിൽ പഠിക്കണ പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ബിയർ ഞാൻ ബിയർ അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ കോരമംഗലയിലൊരു പബ്ബിൽ പോയി ഞാൻ ആദ്യമായിട്ട് ബിയർ കുടിച്ചാൽ ഞാൻ അയ്യേ ഇതെന്ത് വൃത്തികെട്ട സാധനം എന്നുള്ള സാധനം. എന്നിട്ട് ഞാൻ കുടിച്ച് തീർത്തില്ല, എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ഹിസ്റ്ററി. അത് ഞാനിതുവരെ +2 തുപ്പി കളഞ്ഞതാ. ഇതൊക്കെ എങ്ങനെ കുടിക്കണടാ അല്ലേ, പിന്നെ ആവശ്യത ഗുണം കൊണ്ടൊക്കെ കുടിക്കണതല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കസിനുമായിട്ട് ഞാൻ കുറെ വെള്ളം അടിച്ചിട്ടുണ്ട്, മറ്റേ കസിനുമായിട്ട് ഞാൻ കുറെ വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രായത്തിന്റെ ഒരു വെള്ളം അടിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിങ്ങള്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നല്ല കണക്ഷനിലാണോ? സാധാരണഗതി അങ്ങനെ വരാറില്ല. ദീപുവിന്റെ വെള്ളം അടിച്ച ദീപു ആളിനെ വെറുപ്പിച്ച് ഓടിക്കുമല്ലോ. എന്നുവെച്ചാ ഞാൻ അങ്ങനെ എന്റെ ചേട്ടനാണല്ലോ. ദീപു ഇപ്പൊ ഒരു പുതിയ മനുഷ്യനാണ്. പലതവണ വിറ്റോക്സ് തുടങ്ങിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞ എന്റെ ജീവിതം. ഇപ്പൊ എന്റെ ആകെ അഡിക്ഷൻ എന്ന് പറഞ്ഞ വിറ്റോക്സ് ആണ്. ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോ 1 മാസം വിറ്റോക്സ് ചെയ്തില്ലേ ഞാൻ ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ ചൊറിയും. വിറ്റോക്സ് എടുത്തിട്ട് നക്കും. അപ്പൊ എനിക്ക് ഈ കസിൻസ് ആണ്, ഈ ഒരു മുംബൈ കസിനും പിന്നെ ബാക്കിയുള്ള കസിൻസ്, അവർക്ക് ആ ഒരു അടിപൊളി സംഭവമാണ് കസിൻസുമായിട്ട് വരുമ്പോ. പിന്നെ ഞങ്ങളുടെ അവിടെ ഈ പറഞ്ഞ പോലെ ചേട്ടന്മാരില്ലേ, അപ്പൻ്റെ സൈഡിലുള്ള ചേട്ടന്മാർ ഒക്കെ ഭയങ്കര ടെറർ ടീം. ചേട്ടന്മാരും ചേച്ചിമാരും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മിൽട്ടൺ എന്ന് പറഞ്ഞ എൻ്റെ കസിനുണ്ട്, അവനൊക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ ഞങ്ങൾ ചെറുതാണ്, ഇപ്പൊ ഇവര് വലുതാണ്. അപ്പൊ നമ്മുടെ തറവാടിന്റെ ഫ്രണ്ടിൽ ഒരു ടാങ്ക് ഉണ്ട്. മിൽട്ടൺ ആള് മൊത്തത്തിൽ ചൂടല്ലേ. അത് മനസ്സിലായില്ലേ, മിൽട്ടൺ കാസറോള്. മിൽട്ടൺ ഫ്ലാസ്കും കാസറോളൊക്കെ ഇറങ്ങണം. അപ്പൊ നമ്മുടെ അവിടെ ഒരു ജോണിന് മനസ്സിലായല്ലേ. ഇതൊക്കെ ഞാൻ കുറെ ചിന്തിച്ചിട്ടില്ല അവന്റെ പേര് ചിന്തിക്കുമ്പോ. അപ്പൊ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, ഒരു വെള്ളമൊക്കെ അടിച്ച് നിറച്ചിട്ടിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ചാടാറുള്ള ഒരു ടാങ്ക് ഉണ്ട്. മിക്കവാറും അതിന്റെ അടിയൊക്കെ പൊട്ടിയിട്ട് വെള്ളം നിൽക്കാത്തൊരു സെറ്റപ്പിൽ അത് ആകെ ഇത് ചമ്മലൊക്കെ വീണ് കിടക്കണോ, ചിലപ്പോൾ അതിൽ പാമ്പിനെയൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചേട്ടന്മാരുടെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ ഒരു വിധം അത്ര ഓർമ്മയുള്ള ടൈമിലല്ല, ഞങ്ങൾ കൂട്ടുകുടുംബം പോലെയായിരുന്നു, തറവാട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരെ നോക്കാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ ടീമിൻ്റെ എല്ലാം കൊടുത്തു വിട്ടുന്നത്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല വിനോദ. മിൽട്ടൺ എടുത്തിട്ട് ടാങ്കിൽ ഇറക്കി വെക്കും, എന്നിട്ട് അവിടുത്തെ നാടൻ പട്ടിയുണ്ട് അതിനെടുത്ത് മിൽട്ടന്റെ കൊളോസിയാണ് ഈ ടാങ്ക്. മിൽട്ടൻ പട്ടി ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആന്റിയൊക്കെ വീട്ടിൽ പോയി പറയുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വീട്ടുകാർ ഇതിൽ ഇടപെടില്ല. പോടാ, ഇല്ല ഞങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചേനെ. ഇല്ല, അവർക്കറിയാം മാക്സിമം പോണ എക്സ്റ്റെന്റ് ഒക്കെ അറിയാം. എന്നാലും അത് പിടിച്ചൊക്കെ കയറ്റുമ്പോ മിൽട്ടന്റെ കരഞ്ഞൊക്കെ കണ്ണീന്നൊക്കെ വെള്ളം ഒരു നിരക്കുണ്ടോ. അതിന്റെ താഴെ അവന്റെ അനീതി ഉണ്ട്, കുറച്ചിട്ട് പറഞ്ഞ അവള് വാശിക്കാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിക്കാരി. പക്ഷെ ഷാജാനുണ്ട്, അത് സിവിൽ സർവന്റ് ഒക്കെ ഉണ്ടപ്പോ ആളുടെ കൊടുക്കണം. എന്തൊരു കരച്ചില്ല. ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ ഞങ്ങളുടെ വീടിരിക്കുന്ന അവിടുന്ന് ഗേറ്റിന്റെ റോഡിന്റെ അവിടുത്തെ ഗേറ്റിന്റെ അവിടെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ആള് കൊണ്ടുപോയിട്ട് ഇവളെ കൊണ്ടുപോയിട്ട് ആ മതിലുമ വയ്ക്കും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. നീ കരഞ്ഞു തീരുമ്പോ പറ ഞാൻ വരാന്ന്. ഇങ്ങനെയാണ് ഞങ്ങളെ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ 2K Kidsന്റെ എപ്പിസോഡിൽ പറയുന്ന നമ്മളൊക്കെ വളരെ ഹാർഷായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ വളർന്നു വന്നുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ ട്രിഗർ ആവത്തില്ല, ചെറിയ കാര്യങ്ങളൊന്നും സെൻസിറ്റീവ് ആവത്തില്ല. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ വേണമെന്ന്. ഇത് ചേട്ടന്മാര് തന്നെ നമ്മളെ സെക്കൻഡ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതിലൊരു ചേട്ടൻ മരിച്ചുപോയി. അപ്പൊ ഷാജാറിന്റെ ഒക്കെയാണ് ഈ സെക്കൻഡ് ഷോ പരിപാടികൾ പ്ലാൻ ചെയ്യുക. അത് വീട്ടിൽ നിന്ന് പെർമിഷൻ ഒന്നും ഇല്ല എങ്കിൽ വീട്ടിൽ വന്ന് പപ്പയുടെ എന്താണല്ലേ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പോട്ടെ പരിപാടിയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് സെക്കൻഡ് ഷോയ്ക്കൊക്കെ ഞങ്ങൾ പോണ പോക്കും പരിപാടികളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഈ പോണേ. അത് കഴിഞ്ഞ് തട്ടുകടയിൽ നിന്നുള്ള ഫുഡ്. ഈ ചേട്ടന്മാരുടെ കൂടെയുള്ള സംഭവത്തിൽ നമുക്ക് ഫണ്ടിനെ പറ്റി ഇതേ വേണ്ട, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ ചെയ്യും. എനിക്ക് അതിൽ അത്ഭുതം തോന്നിയത് ഇങ്ങൊരു തലേമ തലതെറിച്ച് നടന്നിട്ടുള്ള മനുഷ്യനാണ് ഈ ഷാജാൻ എന്ന് പറഞ്ഞാൽ. ആള് ചെയ്യാത്ത അംഗം മെട്ടുകളില്ല.
അപ്പോൾ ആളുടെ മകൻ ശരിക്കും ചേട്ടനും ഞാനായിട്ടുള്ള ഏജ് ഡിഫറൻസ് ആണ്. അല്ല, ചേട്ടനും എൻ്റെ ചേട്ടനായിട്ടുള്ള ഏജ് ഡിഫറൻസ് ആണ്. ആളുടെ മകനും എൻ്റെ ചേട്ടനായിട്ട്. അപ്പോൾ ശരിക്കും ആ ജനറേഷൻ എടുത്ത് ഒരു കോപ്പി പേസ്റ്റ് അടിച്ച പോലെയാണ് ഇവൻ. അപ്പോൾ ഇവനെ ഞങ്ങൾ ഒരു പ്രാവശ്യം സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ അടുത്ത് വെച്ചാൽ അവനെ എടാ നീ എങ്ങനെ ബൈക്കിനാണോ പോണേ? അപ്പോൾ അല്ലാതെ കാറിനാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രീജിത്തൊക്കെ കൂടി പോകാൻ കാറിലാണ് പ്ലാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ മാറി, ബൈക്കിനാക്കി. ചേട്ടാ ബൈക്കിന് വേണ്ടോടാ കേട്ടോ, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ കാറ് കൊണ്ട് നിങ്ങളുടെ കൂടെ വരാം. അല്ല ചേട്ടാ ഞങ്ങൾ പിള്ളേരായിട്ട് പോകണത്. അല്ലടാ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അവന് നാണക്കേട്, അപ്പൻ ഇവനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കയറും. അപ്പം ചേട്ടൻ മാറിയ മാറ്റം കാണുമ്പോൾ എന്നെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ വെയിലത്ത് എൻ്റെ ചേട്ടനെ കൊണ്ട് നിർത്തും കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചേച്ചിയാണ്, വേറൊരു ചേച്ചിയാ. ആ ചേച്ചിയുടെ ചെക്കൻ എന്നെ ദിവസം എടുത്തിട്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഞാൻ അവനെ മിരട്ടം പോയപ്പോൾ ചേച്ചി എന്നെ പറയാം ചെറിയ പിള്ളേര് ഇങ്ങനെ ചെയ്യാൻ. അതെ, ചെറിയ പിള്ളേർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. അവൻ ചേരലെടുത്ത് എറിയാ തുപ്പ ഈ സാധനം കാണിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം മോന്തപ്പോ കൊട്ടാനെ തോന്നുന്നത്. അപ്പൊ ചെറിയ പിള്ളേർ ഓരോന്ന് ചെയ്യുന്നുണ്ട് കാണുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യാം. അത് ശരിയില്ല, ചെറിയ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യില്ല, എനിക്കറിയില്ല. ഇല്ല, നമുക്ക് ഈ സിബ്ലിങ്സിന്റെ പോലെ തന്നെ കസിൻസിന്റെ ഒരു ക്യാരക്ടർ അവർക്ക് കാണാൻ പറ്റുമല്ലോ. കൊച്ചിലെ തൊട്ട് വളർന്ന് ഭയങ്കര പണ്ടത്തെ ഏറ്റവും ആളുകൾ ഇപ്പൊ ഭയങ്കര നന്നായിട്ടുണ്ട്. മിൽട്ടനെ പിന്നെ കരയിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. മിൽട്ടൺ ഭയങ്കര പപ്പ സ്നേഹിയാണ്. അപ്പം മിൽട്ടനെ വിളിച്ചുകൊണ്ട് ഇരുത്തും. അവൻ്റെ ഈ ഇരുത്തി കഥ പറയൽ വേറൊരു സാധനം ഉണ്ടാ, ഓരോ സാധനങ്ങൾ അടിച്ച് തല കയറ്റി വെക്കലും പേടിപ്പിക്കലും. അത് ഭയങ്കര നിന്റെ പപ്പേനെ ഞങ്ങൾ കൊല്ലും. അപ്പൊ എങ്ങനെ പെൻസിലില്ലേ, റബ്ബറുള്ള പെൻസിലുണ്ട് തലക്കടിച്ചു. അപ്പം പപ്പാ റബ്ബറുള്ള പെൻസിലുണ്ട് തെറ്റത്ത് റബ്ബറുള്ള പെൻസിലുണ്ട് തലക്കടിച്ചു. ഞാൻ പിള്ളേരെ പറ്റിച്ച ആര്യവേപ്പുണ്ട് വീട്ടില്. മറ്റേ കയ്പാണല്ലോ ആര്യവേപ്പിന്റെ അല്ലെങ്കിൽ ഭയങ്കര കയ്പാ. ആര്യവേപ്പിന്റെ ഇലയൊക്കെ പറപ്പിച്ചിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഇച്ചിരി കയ്പായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വായിലും മധുരം വരാൻ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ചോക്ലേറ്റ് കഴിച്ച പോലെ നമ്മൾ കഴിക്കുന്നില്ല, പക്ഷെ കഴിക്കുന്ന രുചി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. കുറേ നേരം എടുത്ത് പറ്റിച്ച് ഇത് കഴിപ്പിക്കും, ചവപ്പിച്ച് അവരെ കുറേ നേരം ഇത് ചവച്ച് തുപ്പും. തുപ്പി പോയി വേറെ എല്ലാം എടുക്കും, വേറെ ഇത് മൊത്തം കഴിച്ചിറക്കിയാലേ പറ്റൂ ഇതൊക്കെ പറഞ്ഞ് വെറുതെ കഴിപ്പിക്കും. മറ്റേ ഉപ്പും മുളകും ഒക്കെ തീറ്റിക്കും. പഞ്ചസാര നീ സാധാരണ നമ്മുടെ വീട്ടിൽ മറ്റേ ഈ ക്യൂബ്സ് ചെറുതായിട്ടുള്ള പഞ്ചസാര, ഇതിങ്ങനെ പൊടിഞ്ഞ പഞ്ചസാര ഉണ്ടോ, ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇവിടെ നമ്മളിവിടെ കിട്ടില്ല, ആലപ്പുഴയിൽ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ ഉപ്പ് കൊടുക്കും. അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ഇത് നമ്മുടെ താഴെയുള്ളവർ വന്നപ്പോൾ നമ്മളും ചെറിയ തോതിൽ ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആൻറ്റിയുടെ 2 ഇരട്ടകളുണ്ട് പിള്ളേര്. ഇവന്മാരിൽ ഒരുത്തൻ ഭയങ്കര സ്മാർട്ടാ, അവൻ കണ്ടറിഞ്ഞ് നിൽക്കേണ്ട രീതിയിൽ നിൽക്കും. വേറൊരുത്തൻ്റെ എല്ലാ അപകടത്തിലും കൊണ്ട് തലവെക്കും. ഇവൻ ഞാൻ എനിക്ക് എൻ്റെ ഒരു സമയത്ത് ഈ 8ാം ക്ലാസ് സമയത്തൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പും വില്ലൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു പ്രായമാണ്. വാഴപ്പിണ്ടി എൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ആനയൊക്കെ കെട്ടി വെച്ചിട്ട് റാമ്പോ ഒക്കെ കണ്ടിരിക്കാനുള്ളൂ. നമ്മൾ അമ്പും വില്ലിലൊക്കെയാണ് നിൽക്കണം. അപ്പം ഞാൻ എന്ത് സാധനം ചെയ്താലും അതിൻ്റെ ഇടയിൽ വമ്പിടും. അപ്പം ഞാൻ അതിൻ്റെ ഒരു പൈപ്പൊക്കെ എക്സ്റ്റൻഷൻ പോലെയൊക്കെ വെച്ചിട്ട് അമ്പും വില്ല് ഉണ്ടാക്കി കളിക്കുമ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കണ്ടു വയ്ക്കും, ഇത് മടിക്കും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇവ എങ്ങനെയെങ്കിലും ഇടപെടുന്നില്ല. അപ്പോൾ അവസാനം അവനൊരു അവൻ്റെ സൈഡിൽ നിന്ന് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഏറ്റവും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു കസിനിൽ ഞാൻ പെടും. ഇവനെ സത്യം പറഞ്ഞാൽ എന്താണെന്നറിയാം, എൻ്റെ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഷാജി ചേട്ടനൊക്കെ ഉണ്ടല്ലോ, കള്ളക്കളി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിച്ചാൽ ഇവർ 10 റൺ എടുത്താൽ 25 റൺ അവർ എണ്ണിക്കയറ്റും. അത് തർക്കിക്കാൻ പോയാൽ സമ്മതിക്കില്ല. ഇവര് വിക്കറ്റ് തെറിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയാലും നോ ബോൾ വിളിക്കും. കള്ളക്കളി കണ്ടുപിടിച്ചിട്ടുള്ള 2 ടീമാണ്. ഇവരെ ടീമിലിട്ട് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ ഈ കസിൻസൊക്കെ ടീമിട്ട് കളിക്കും. അപ്പൊ ഇതിൽ ഇവൻ ദുർബലനാ, ഇവൻ എൻ്റെ വേറൊരു വേർഷനാ. പക്ഷെ ഇവൻ ഭയങ്കര ഷോ ഓഫിൻ്റെ ആളാ. ഇവൻ ശ്രീശാന്തിന്റെ ഫാനാ. അപ്പൊ ശ്രീശാന്ത് നടക്കണ പോലെ ഇത് നടക്കും, കൈമൊക്കെ ചരട് കെട്ടും, കണ്ണടക്കും. അപ്പൊ ഞങ്ങളെല്ലാരും സാധാ പിള്ളേരാകുമ്പോ ഇവൻ മാത്രം ഒരു യൂണിഫോമിലായിരിക്കും. ഇവൻ ആ സാധനങ്ങളെല്ലാം ചെയ്ത് ഇവന്റെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവനെ ടീമിൽ എടുക്കാറൊന്നുമില്ല. അപ്പൊ എന്റെ ടീമിൽ ഞാൻ കാരണം ഇവനെ എടുക്കും. പക്ഷെ ഇവന്റെ ദൃഷ്ടിയിൽ ഞാനാണ് ഇവന്റെ വില്ലൻ. മറ്റവനുണ്ടല്ലോ മൂത്താൻ, അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ്റെ ഒപ്പം പിടിക്കും. 25 റൺ ഉണ്ടെങ്കിൽ 50 റണ്ണാക്കാൻ. ഞങ്ങൾക്ക് ഈ
എല്ലാരും കൂടി കളിക്കാനൊക്കെ നിൽക്കുമ്പോ ആ ഒരു കസിൻസിനെ പറ്റി പറഞ്ഞ ജോൺ കരഞ്ഞ്. അല്ലല്ല കണ്ണീര്. സ്വന്തമായിട്ട് പറഞ്ഞു ചിരിക്കുക. അതന്നെ, അല്ല, എനിക്കിതില് ആൾക്കാർ കമന്റ് എനിക്കിതിൽ കുറെ കാര്യങ്ങൾ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കസിൻ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ. സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ആലോചിച്ച് തുടങ്ങിയ കാരണം പലതും വന്നിട്ടില്ല, പലരെയും വിട്ടു. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ പേരുടെ കാര്യം പറയാനുണ്ട്. ഒരു സെറ്റ് ഓഫ് കസിൻസ് ഒക്കെ ഗൾഫിലായിരുന്നു, അതായത് അവര് ജനിച്ചത് കസിൻസ്. അപ്പൊ അവര് വെക്കേഷൻ മാത്രം വരുന്നവരാണ്. ഇപ്പൊ അവരെല്ലാം നാട്ടിലുണ്ട്, പഠിക്കുന്നതും ജോലിയായിട്ടൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഈ പറയുന്ന ഇന്ററാക്ഷൻ ചെറുപ്പത്തിൽ നമുക്ക് അത്ര ഇന്ററാക്ഷന് പറ്റിയിട്ടില്ല. വല്ലപ്പോഴും വെക്കേഷന് എല്ലാം ഒത്തു വരണം. അവർ വെക്കേഷന് വരുന്നവർ നമുക്ക് ഇവിടെ വെക്കേഷൻ ആയിരിക്കണം, ഒരുമിച്ച് അമ്മയുടെ വീട്ടിലുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ കുറച്ച് കസിൻസിനൊക്കെ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ട്, അവരോട് ഒരുപാട് ഇന്ററാക്ഷൻ. പക്ഷെ അതൊക്കെ നല്ല സ്നേഹത്തിലും അടുപ്പത്തിലൊക്കെ തന്നെയാണ്. നമ്മൾ ബാംഗ്ലൂർ ഷോയ്ക്ക് കണ്ടില്ലായിരുന്നു, എൻ്റെ ഇൻട്രോവേർട്ട് കസിൻ റാഫി. അവൻ്റെ ചേച്ചിയും അവർ രണ്ടുപേരും ഗൾഫിലായിരുന്നു, ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അപ്പം നമ്മുടെ സ്ഥിരം ഇരകളാണ് അവർ. കാരണം പിള്ളേർ മറ്റേ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് കണ്ടിട്ടില്ലാത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർ തുറന്നു വിടുന്നത് ഈ വെക്കേഷൻ നാട്ടിൽ വരുന്നത്. അപ്പം നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യുക, ഇവരെ വിഷമിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ജോലിയായിരുന്നു. അവളെയും നമ്മൾ കുറേ ഉപദ്രവിക്കുകയും മാനസികമായി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഈ പറഞ്ഞ പിള്ളേരെ ഉപദ്രവിക്കുന്ന പ്രത്യേക രസമാണ്. മറ്റേ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ വേപ്പല തീറ്റിച്ചിട്ടുണ്ട്. അവൻ വെറുതെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാൻ ഭയങ്കര വേപ്പല പ്രാന്തന ആണോ എന്നിട്ട് തിന്നടാ ഇരുന്ന് അല്ല ഞാൻ അത്ര തിന്നടാ അവനെ അങ്ങനെ കുറെ ടോർച്ചർ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് പിള്ളേരെ നമ്മൾ ഇങ്ങനെയുള്ള ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മുൻപ് എപ്പിസോഡ്സിൽ പറഞ്ഞ പ്രശ്നം ഇപ്പം നീ കഴിഞ്ഞാൽ നമുക്കൊരു ആ കുട്ടിയെ വേറൊരു വീട്ടിലേക്ക് വിടാനൊക്കെ എനിക്കൊരു പേരൻസ് നല്ല പേടിയായിരിക്കും. ഇപ്പം എൻ്റെ മാമൻ്റെ മോള് കുറേ നാള് കുഞ്ഞിലെ വീട്ടിലായിരുന്നു വളർന്നത്. അമ്മയാവും നോക്കുന്നത്. നമുക്ക് ഈ പെൺപിള്ളേർ ഒരു പ്രത്യേക വീക്ക്നെസ് ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ പെൺപിള്ളേരെ കിട്ടുന്നിടത്ത് കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അയൽവക്കത്തെ വീട്ടിലെ കുഞ്ഞിനെയൊക്കെ നമ്മുടെ 2 വീടിന് മുകളിൽ ദേവു എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞ. അവളെ അമ്മയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് കുറേ നാൾ. അവര് വീട് മാറി. എന്റെ കസ്റ്റഡിലൊരു ദേവുണ്ട്, പുള്ളിക്കാരി ഞാൻ അവർക്ക് എന്തൊരു ദേവ് ആളും എന്റെ ചേട്ടൻ കൂട്ടുകാർ വിളിക്കുന്നല്ലേ. എന്റെ ഒരു പ്രായം വരെ ആൾക്കാർ ദേവ് അല്ല. ഇവളുടെ കാര്യം, ഇവള് ജനിക്കുമ്പോൾ നമ്മൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വീട്ടിൽ ആദ്യത്തെ ചെറിയ കൊച്ചായിരുന്നു. എനിക്കൊന്ന് നമ്മുടെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർ സെറ്റിൽ ഏറ്റവും മൂത്ത കൊച്ചവള്. അപ്പോൾ അവൾ ഇതുപോലെ എനിക്ക് എൻ്റെ വീടിന് അപ്പുറത്തെ വീട്, ആ വീട്ടിലാണ് ഇവരുണ്ടായിരുന്നത്. കുറച്ചപ്പുറത്താണല്ലോ കുടുംബം. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവള് ഭയങ്കര ക്യൂട്ടാണ്, ഇങ്ങനെ ഗുണ്ടുമിണിയായിരുന്നു കൊച്ചിൽ. ഇവള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവള് ചുമ്മാ അപ്പൻ്റെ കൂടെ ഒക്കെ നടക്കാൻ പോയി. അപ്പം പിന്നെ ആരെങ്കിലും കൂടെ നടക്കാൻ പോയി മറ്റേ കുടുംബത്തിൽ രാവിലെ പോയിട്ട് അവിടുത്തെ. അപ്പോൾ ഇവളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കും, ഇന്ന് ഇവിടുത്തുണ്ടെന്ന് പറയുമ്പോൾ അവളവിടെ പോയി ഇരുന്ന് ഇത് കഴിക്കും. ഇത് കഴിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് ചിരിച്ച് അവിടെ കുറേ പൂച്ചയോ അത് ഇതൊക്കെ ഉണ്ട്, അതിനൊക്കെ ആയിട്ട് കളിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നടന്ന് നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റാണ്, ഒരു 11 മണി സമയമാകുമല്ലോ. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഇവക്ക് കൂടി ഇഷ്ടമുള്ളതാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവൾ ഇവിടുന്നും കഴിക്കും, എന്നിട്ട് ഇവള് വീട്ടിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് ഉണ്ടും, എന്നിട്ട് നമ്മുടെ വീട്ടിൽ വരും കൊണ്ടും, എന്നിട്ട് അപ്പുറത്ത് ഉണ്ടും. ഇവക്ക് 3 ഒന്നെങ്കിൽ വേണം 3 ലഞ്ച് 3 ഡിന്നറൊക്കെയാ. അങ്ങനെ അവളെ നമ്മളെന്നിട്ട് നമ്മൾ തന്നെ കഴിപ്പിച്ച് വണ്ണം വെച്ചിട്ട് അച്ഛനോളെ ബോഡി ചെയ്യുന്നത്. അപ്പം ബഡായി ബംഗ്ലാവുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ അമ്മായി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അമ്മായി വന്ന് അമ്മായിക്ക് കഴിക്കാൻ കൊടുക്കുമെന്ന് പറയും. ഞങ്ങൾ അവളെ ഗുണ്ടുപുള ഞങ്ങളവളെ ഗുണ്ടുപുള എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എന്തിനാ എനിക്ക് മീശമാധനകത്തും കാവ്യമാധനെ വിളിക്കുന്നത്. അപ്പൊ ഇവള് ഇവക്കും വിദേശത്ത് ഗൾഫിലായതുകൊണ്ട് മറ്റേ ക്രീമി സാധനങ്ങളൊക്കെ അവർ കൂടുതൽ തൈര് അങ്ങനെ ചീസ് അങ്ങനെയുള്ള സാധനം കഴിക്കാൻ ആ പിള്ളേർ രണ്ടും നല്ല വണ്ണമായത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വണ്ണമായതുകൊണ്ട് നമ്മളുള്ള ഗുണ്ടുപുള എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. വളരെ റെയറായിട്ടുള്ള പിള്ളേർ കഴിക്കാൻ അങ്ങനെ താല്പര്യം കാണുന്നത്. പക്ഷെ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ള പിള്ളേർക്കാണെങ്കിൽ ഈ ഓവർ വെയിറ്റ് കാരണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടിലെ 4 കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ അവർക്കിപ്പോൾ ഓവർ വെയിറ്റ് കാരണം അവർക്ക് കഴിക്കാൻ കൊടുക്കാനൊരു ലിമിറ്റ് പിടിക്കും. മറ്റേ 3 എണ്ണത്തിന് ഫുഡ് വേണ്ട, ഇതിനൊക്കെ അടിച്ചാൽ തീറ്റിപ്പിക്കുന്നത് പിള്ളേരുടെ വല്ലാത്ത രീതി. എൻ്റെ ചേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞ അവൻ കൊച്ചിലോട്ടവൻ ചോറുണ്ടോ അല്ലാതെ പിന്നെ ചോറ് കഴിച്ചിട്ടില്ല. ചപ്പാത്തി അങ്ങനെ സാധനങ്ങളുണ്ട്, ചോറ് അവന് ഇഷ്ടമേ അല്ല. അപ്പം അവർ ഈ പറഞ്ഞ പോലെ അവനെ കെയർ ചെയ്ത് അവൻ ആദ്യത്തെ കൊച്ചാണ് ആ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അവനിതുപോലെ ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുന്നത്. ഒരു ദിവസം കണ്ടവൻ ബിരിയാണി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടപ്പം അരി ഐറ്റം കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് പിന്നെ എല്ലാ ദിവസവും രാത്രി ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന, അല്ലാതെ ചിക്കൻ ബിരിയാണി അങ്ങനെയൊന്നുമല്ല, പക്ഷെ പറ്റിക്കൽ ബിരിയാണി അങ്ങനെ കൊടുത്ത് ഈ പറഞ്ഞ പോലെ അവന് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചെടുത്ത് അവനെല്ലാവരും ഇതുപോലെ സാധനങ്ങൾ മേടിച്ചെടുത്ത് അവൻ ഇതുപോലെ തടിയായിട്ട് ഒരു ഇപ്പം അവനത്തിൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്തേ ഉള്ളൂ. അപ്പോൾ അവനൊരു LKG UKG ഒക്കെ കഴിഞ്ഞാൽ പുള്ളി
നടന്നു കഴിഞ്ഞാൽ കിതയ്ക്കും. ആ സ്കീമാ പുള്ളിക്ക് വയ്യാണ്ടായി. പുള്ളിയെ പിന്നെ പിള്ളേരൊക്കെ പിടിച്ച് തള്ളുമൊക്കെ ചെയ്ത് പുള്ളി ഇരുന്ന് പോകും, പക്ഷേ എഴുന്നേക്കാനൊന്നും വയ്യ. അവസാനം പിന്നെ അവൻ ഇതുപോലെ സൈക്കിള് മേടിച്ചു കൊടുത്താൽ പുള്ളിക്ക് സൈക്കിള് ചവിട്ടാൻ മടിയാ. അപ്പോൾ പുള്ളി സൈക്കിള് ഇവിടം വരെ, പുള്ളിക്ക് ഇത് കറങ്ങും എന്നുള്ളൊരു സയൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പുള്ളി അത് ഇവിടം വരെ ചവിട്ടി പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നെ ചവിട്ടി പിന്നെ ആ പരിപാടിയാണ്. പിന്നെ സൈക്കിളൊക്കെ കയറി ഇന്ന് സൈക്കിളും കൊണ്ട് നടക്കും, അല്ലാതെ ചവിട്ടാനൊന്നും പറ്റത്തില്ല. അപ്പം 4 വീല് മേടിച്ചാൽ ഇവൻ്റെ വെയിറ്റ് കാരണം ഇത് ചെരിഞ്ഞ് ചെരിഞ്ഞ് സാധനം ബാലൻസ് ഇല്ല. പിന്നെ അവസാനം അവൻ ഇതുപോലെ വൈകിട്ട് നടത്താൻ കൊണ്ടുപോകും, ഇടയ്ക്ക് ഓടിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഓടും. അപ്പം അച്ഛൻ കൂടെ ഓടും, എന്നിട്ട് ഓടിക്കുന്നത് അവൻ്റെ അച്ഛൻ. അങ്ങനെ അവസാനം പിന്നെ മറ്റേ കുംഫു എന്തോ സാധനം പഠിക്കാനൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇതുപോലെ തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ഏറ്റവും അലമ്പനിവനാ, ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് നമ്മൾ പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻസിൻ്റെ ബേസിക് പരിപാടി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കല. നമ്മൾ ഭയങ്കര ഡീപ്പ്. ഞാൻ പറഞ്ഞ ആ ചേട്ടന്മാരിൽ എന്നെ പടത്തിനെ കൊണ്ടുവരുന്ന ചേട്ടൻ്റെ അനിയെ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിലൊരു എവിടെയോ ഒരു ഒരസലുണ്ടായിരുന്നു. കാരണം പുള്ളി ഭയങ്കര ലുക്കായിട്ട് കിടുവായിട്ട് നടക്കണം. എനിക്ക് ആദ്യമൊക്കെ പുള്ളി ഭയങ്കര ഒരു ഫാൻ പരിപാടിയായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് കമ്പനി അടിക്കാൻ നോക്കുമ്പോൾ പുള്ളിക്ക് എന്നെ പുള്ളി നമ്മളെ വില വെക്കത്തില്ല. എന്നിട്ട് പുള്ളി വെറുതെ ആൾക്കാരെല്ലാം കൂടി ഇരിക്കുമ്പോൾ കസിൻസൊക്കെ ഇരിക്കും, നമുക്കിട്ട് എന്തെങ്കിലും അടിക്കുകയും ചെയ്യും, അതിലെല്ലാവരും ചിരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് വരുമല്ലോ. പക്ഷെ നമുക്കത് കാരണം ഇടയ്ക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇവന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ എന്നെ ഇഷ്ടമല്ല, ഇവൻ എന്നോട് എന്തോ പ്രശ്നമുണ്ടെന്ന് പുള്ളി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പുള്ളിക്കിട്ട് അടിക്കണം, തിരിച്ചെവിടെയെങ്കിലും എന്തെങ്കിലും അടിക്കണം എന്നുള്ളായിരുന്നു നമ്മുടെ ഇത്. പക്ഷെ ഞാൻ ബുദ്ധിപരമായിട്ട് പുള്ളിയുടെ കൂടെ ചേർന്ന് ഞങ്ങളോട് കളിക്കാറുണ്ട് റാമിടായി. അപ്പം കൂട്ടത്തിൽ ശക്തൻ ഇവനെ നമ്മളങ്ങനെ ഇവൻ 1-2 ഇവനെ നമ്മൾ ട്രോളി പണ്ടാരം അടക്കും. ഇപ്പൊ ചേട്ടൻ പറയും ഇവനെന്നും പോയിട്ട് ഇടികൊള്ളുള്ള. അവൻ വന്നിട്ട് നമ്മുടെയൊക്കെ പറഞ്ഞ കഥ, ചിറ്റപ്പോ എന്നെ ഇന്ന് മറ്റേ ക്ലാസ്സിൽ ഒരുത്തൻ ദേവദത്ത് അവൻ എൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ പറയോ, അവൻ എന്നിട്ട് വെറുതെ ക്ലാസ്സിൽ നടന്ന അടിയും ബഹളമൊക്കെ പറയും. ഇവൻ പറയണ കഥയിലല്ല ഇവനാ സ്റ്റാർ. അപ്പൊ ചേട്ട സൈഡിൽ കൂടെ വെറുതെയാടാ ഇന്നലെ ഇടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ആരെയൊക്കെ പിള്ളേർ ഇടിക്കും. അപ്പൊ നമ്മളതിന് കളിയാക്കും. അപ്പൊ ഇവൻ ചോറ് കഴിക്കാത്തന്നെ ചേട്ടൻ പറയുന്നത് ഇവൻ മാറിപ്പോയതാ, ഇവൻ മറ്റേ ബംഗാളിയാളാ, ബംഗാളിയാന്ന് പറയാം. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ അടുക്ക് പറയും ബംഗാളിയാന്ന് പറയാം. അപ്പൊ അവൻ ചുറ്റപ്പൂന്ന് പറഞ്ഞ് സാധനം. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് തമാശ പറയും. ഇപ്പം സാധനമൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ച് തിരിച്ച് നമുക്കിട്ട് അടിക്കും. ഭയങ്കര ഹെവിയാണ് അവനാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നെപ്പോട്ടിസത്തിൽ കൂടെ സ്റ്റാൻഡപ്പ് കമഡിലോട്ട് ഇറക്കാൻ വേണ്ടി ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പയ്യനാണ്. ഞാൻ 3 വീട്ടിൽ നിന്ന് കഴിക്കുമായിരുന്നു. അത് ബന്ധുക്കളുടെ ഒന്നും ആവില്ല, വഴിയിൽ ആദ്യം കാണുന്ന 3 വീട്ടിൽ നിന്നായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കും, പിന്നെ ഫ്രണ്ടിൽ എൻ്റെ അമ്മൂമ്മയുടെ വീടുണ്ട്, അവിടെ പോയി കഴിക്കും, പിന്നെ എൻ്റെ കുഞ്ഞമ്മമാരുടെ വീട്ടിൽ പോയി കഴിക്കും. അങ്ങനെ ഞാൻ ആ പ്രായത്തിൽ നല്ല വിശപ്പ കഴിക്കണം. അതെ 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 എന്നെ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് ആകെയുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല കഴിച്ചു കഴിയുമ്പോൾ. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഒരു സാധനം ചോദിക്കാനോ. പക്ഷെ എനിക്ക് പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരാൾ കഴിക്കുമ്പോൾ ഇപ്പോഴാണെങ്കിലും അല്ലെ കൂട്ടുകാരാണെങ്കിലും വന്ന് എൻ്റെ കൂട്ടുകാർ ആരിലൊക്കെ വീട്ടിൽ വന്ന് കഴിക്കുമ്പോൾ അച്ഛനും അമ്മയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും, എടുത്ത് കഴിച്ചോട്ടെ എന്നുള്ളൊരു വൈബിൽ. എനിക്കും അത് ഭയങ്കര നല്ല. എനിക്ക് വീട്ടിൽ വരുമ്പോൾ ആൾക്കാർ ഫുഡ് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കത് പറ്റാഞ്ഞ കാര്യമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കത് അറിയാം ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ചോദിച്ച് കഴിക്കും. അവർക്കൊരു ഫേവറായിട്ട് ഞാനിങ്ങനെ മറ്റേ നന്മവരെ ചോദിച്ച് മേടിച്ച് മോള് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവൾക്ക് അങ്ങനെ ചമ്മലോ കാര്യമൊന്നുമില്ല. അവള് വേണമെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ, ഞാൻ നല്ല വിശപ്പുള്ള കുട്ടിയാണ്. അതൊക്കെ ഭയങ്കര ക്യൂട്ടല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ. പക്ഷെ ഞാനത് കൊച്ചിലെ വേറെ ഇതിലാണ് എടുത്തിരുന്നത്. അപ്പം കഴിക്കുന്നതിന് മടിയില്ല, ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചിട്ട് അവസാനം പിള്ളേരെ ഇറക്കി വിടുമായിരുന്നു. കാരണം അതുമാതിരി തീറ്റയായിരുന്നു. ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നാലാണ് ഏറ്റവും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് കഴിക്കുന്നത്. കാരണം ഭയങ്കര വല്ലാണ്ട് വീട്ടിൽ നിന്ന് കഴിക്കും. വീട്ടുകാർ ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തെങ്കിലും തോന്നുന്നു. എക്സ്ട്രാ പൊറോട്ട തരട്ടെ വേണ്ട, എനിക്ക് വേണ്ടെന്ന് ദേവനൊരു വാശിയായിരുന്നു. അല്ല അതെനിക്ക് വിശക്കാൻ എന്നിട്ടാ കാശ് കൊടുത്ത് കഴിക്കുമ്പോ ഞാൻ അത് ഞാൻ പറഞ്ഞില്ല, അത് ചേട്ടൻ്റെ കൂടെ കൊച്ചിലെ പഠിച്ചത് ജോണല്ലേ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നീ മടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അതിലെനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ഇളക്കിക്കൊണ്ട് നമ്മള് കഴിച്ചു കഴിഞ്ഞപ്പോ പൈസ അയക്കണല്ലോ. അല്ല പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ ട്രീറ്റ്മെന്റ് കസിൻസിന്റെ അടുക്കൽ നിന്ന് കിട്ടിയോണ്ടായിരിക്കും
എനിക്കിപ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൈസ ഇല്ല, നമ്മൾ മാത്രം കുറച്ചൊന്ന് ബാക്കി ബന്ധുക്കളെക്കാട്ടിലും മാറി ഇതൊന്നും കസിൻസ് നമ്മൾ കസിൻ കുറച്ച് കൂടുതൽ ഇപ്പോൾ ചേട്ടന്മാരുടെയും അങ്ങനെയുള്ളവരുടെയാണല്ലോ പറഞ്ഞത്. അല്ലാതെ കസിൻസാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ അമ്മമാരും എല്ലാവരും വരുമല്ലോ. അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ നമ്മൾ കുറച്ചൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വോയിസ് ഇല്ലാത്തൊരു സാധനം, അല്ലെങ്കിൽ ഒരു സ്പേസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ഒരു ചിലപ്പോൾ നമ്മുടെ അപകർഷതാബോധമാണ് എന്താണെന്നറിയത്തില്ല, ആ ഒരു സാധനമുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ നമുക്കും ഇതുപോലെ ചിലപ്പോൾ കസിൻസ് വീട്ടിൽ നമുക്ക് അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ ഒരു സാധനം വന്നപ്പോഴാണ് എനിക്ക് കസിൻസൊക്കെ വീട്ടിൽ വരുന്നത് ഇഷ്ടം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടുമ്പം ആ മൊമെന്റ്സ് ഒക്കെ രസമായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതൊന്നും എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പം എനിക്കൊന്നും എല്ലാ ബന്ധങ്ങളും അവർക്കും ആ ഒരു ബാധ്യതയോ പ്രശ്നങ്ങളൊന്നും ഇല്ല, മനസ്സിലായി. അല്ലെങ്കിൽ അയ്യോ ഇവരായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആയി ഇവരെ സഹായിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള പേടിയൊക്കെ ചിലപ്പോൾ അവർക്ക് കാണുമായിരിക്കും. അവർക്ക് അവരുടെ സ്വന്തം ഫാമിലി നോക്കണം, അതിനിടയിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അല്ല പറയുമ്പോൾ എല്ലാം പറഞ്ഞുള്ളൂ. അച്ഛൻ്റെ ചേച്ചിയൊക്കെ അവരുടെ ഫാമിലി നോക്കണ പോലെ തന്നെ നമ്മളെ നോക്കിയിട്ടുണ്ട്, എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ. പറയുമ്പോൾ കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ അത് ഒരു ബാധ്യത ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാർ അത് ചെയ്യാതെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് ബാധ്യതയില്ല, അത് നമ്മുടെയും കാര്യമായിരിക്കും. ചിലപ്പോൾ നമുക്കും ബാധ്യതയില്ല, അവർക്കും അതില്ലാത്തത് കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര എന്റർടൈൻമെന്റ് മാത്രമാണ്, അതിന്റെ രസമുണ്ട്. ഞാനൊന്നും ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല. ഞാനും ഇപ്പോഴും എന്നെ ഈ അങ്കിള് കൊണ്ടുപോയി അവിടെ ഒരു മാസം നിർത്തുമെന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയുള്ള ഒരാളാണ്. ആള് 2 പിള്ളേരും കൂടി കൊണ്ടുപോയി നിർത്തുക. അങ്കിള് ഇടുന്ന ആ ഇട്ടിരുന്ന എഫർട്ട് എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ബാക്കി അങ്കിൾമാരൊന്നും അല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മൂത്ത ആളെന്നോ അല്ലെങ്കിൽ ഏറ്റവും ആളെന്നോ അങ്ങനത്തെ ഒരു ഇതിനൊന്നല്ല. അങ്കിൾക്ക് ആ ഒരു സമയത്ത് അങ്കിളത് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് അമ്മ വീടായിട്ടുള്ള എൻ്റെ കൂടുതൽ കണക്ഷനിലൊരു കാര്യം അതാണ്. അപ്പോൾ അന്ന് ഞാനത് ചിന്തിച്ചായിരുന്നില്ല. അങ്കിള് ഇട്ടായിരുന്ന എഫർട്ട് ഭയങ്കര ഒരു എഫർട്ട് എന്നല്ല, അങ്കിള് ചെയ്തിരുന്ന കാര്യം വലിയൊരു കാര്യം പോലെ എനിക്ക് അന്ന് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. ഇന്നത്തെ ലെവലിൽ ഫാസ്റ്റ് മൂവിംഗ് ലൈഫിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ എൻജോയ് ചെയ്ത പോലെ, എസ്പെഷ്യലി ഞാനും ജോണൊക്കെ എൻജോയ് ചെയ്ത പോലെ ഒരു മിഡിൽ ക്ലാസ് കൂട്ടായ്മകൾ ഇതൊക്കെ ഇപ്പൊ പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നിന്റെ കേസിൽ അപ്പർ ഇതായിട്ട് നമ്മൾ കൂട്ടും, നീ കുറച്ചൊരു 10 വർഷം കഴിഞ്ഞുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന ലെവലിലുള്ള റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ എഫോർട്ട് നിന്നിടാൻ പറ്റുമോ എന്ന് പോസിബിൾ അല്ല. ഒത്തിരി പ്രശ്നങ്ങളാണ് ഇപ്പൊ. അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരുടെ ഫാസ്റ്റ് മൂവിംഗ് ലൈഫ് അല്ല. നമ്മൾ ഒരു 2 മാസം വെച്ചാൽ 2 മാസവും പറമ്പിൽ കളിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിന്ന് ഇപ്പം ഒരുപാട് പിള്ളേർക്കും ബോറടിക്കും. ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും അല്ല അന്ന് വീട്ടിൽ കയറില്ല. ഞാനൊരു 8ാം ക്ലാസ് തുടങ്ങിയിട്ടാണ് നമ്മുടെ അവിടെ വീടിന്റെ പിന്നിൽ പാടത്ത് ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയത്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പാടത്ത് ഇറങ്ങും. അത് കഴിഞ്ഞ് ഉച്ചക്കിലത്തെ ഭക്ഷണം കഴിക്കാൻ വരെ 2 മണി 3 മണി സമയത്താണ്. ആ സമയത്ത് ഈ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഇതിങ്ങനെ മാറ്റി 2 കളറ് ശരിക്കും മനസ്സിലാവും. അത്രയും ടൈം നമ്മൾ പുറത്ത് കളിക്കും. ഈ വെയിലത്തൊക്കെ നിന്ന് കളിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കില്ല ടെസ്റ്റ്, അതുപോലെ നിന്ന് പാടത്ത് എല്ലാം പറഞ്ഞില്ല. ഇപ്പൊ ഇന്നത്തെ വെയിലത്ത് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അന്നും കളിച്ചേർന്ന ആ സ്പിരിറ്റിലാണ് ഈ സാധനം കളിക്കാൻ മാത്രമല്ല. എനിക്ക് നോസൻ പാളിയൊക്കെ കൂടുതൽ വിള്ളൽ വന്നിട്ടുണ്ട്. അന്നത്തെ ലെവലിൽ സൂര്യാഘാതം എന്നൊരു സാധനം നമ്മൾ കേട്ടില്ല. ഇപ്പൊ ആൾക്കാർ എത്ര കുഴഞ്ഞു വീഴുന്നത്. അതും കണ്ടത്തിലൊക്കെ ഒടുക്കത്തെ ചൂടായോ നിൽക്കാൻ പറ്റൂല. ആലോചിക്കാൻ. സോ നമുക്ക് എനിക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് പേരെ മിസ് ചെയ്ത് എനിക്കറിയാം. ഞാൻ ഇപ്പൊ ആലോചിക്കും ഒരുപാട് പേരെ ഞാൻ മിസ് ചെയ്തു, കഥ പറയാത്തത് മിസ്സായിപ്പോയി. പിന്നെ ചില കഥകൾ മനഃപൂർവ്വം പറയേണ്ടെന്ന് വിചാരിച്ചു. കുറെ കഥയൊക്കെ നമ്മൾ എവിടെയൊക്കെയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പറഞ്ഞ ഞാൻ എന്റെ തുണ്ട് വിറ്റ് സ്റ്റാൻഡപ്പ്, നിങ്ങൾ സ്റ്റാൻഡപ്പ് കണ്ടിട്ടില്ല, അതൊരു തുണ്ട് ലൈവ് ബിറ്റ് ഇതിന്റെ കഥ ഞാൻ പറഞ്ഞ കഥ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ ഒരു തുണ്ട് നല്ല സ്റ്റാൻഡപ്പ് വീഡിയോ വിറ്റ്ക്രൂവിൽ കിടപ്പുണ്ട്, അത് കാണുക, അതിനെ ഒന്ന് കയറ്റിവിടുക. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും മറക്കാതെ ചെയ്യുക. നമ്മൾ 10K ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞൊരു എപ്പിസോഡ് വേണമെങ്കിൽ അത് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു ടൈപ്പ് ഓഫ് റിലേഷൻസും അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് മാത്രമായിട്ട് എപ്പിസോഡ് വേണ്ടി വരും. നീ പറഞ്ഞോ, ഞങ്ങൾ കേട്ടിരിക്കാം. കഥയിലെ രാജകുമാരൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡ് സൂപ്പർ താങ്ക്സ് ആയിട്ട് വീണ്ടും കാണുന്നവരെ മറക്കണ്ട. സൂപ്പർ താങ്ക്സ് എല്ലാവർക്കും. സൂപ്പർ താങ്ക്സ്. ബൈ.